ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സക്സസ് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം SSC CGL പ്രിലിംസ് എക്സാം 13-ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഷിഫ്റ്റിൽ സെലക്ട് ചെയ്ത കുറച്ച് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി വരും ഷിഫ്റ്റുകളിലെ എക്സാം ഉള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2x minus 3/x is equal to 3. Then find 16x raised to 4 plus 81 divided by x raised to 4. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഇപ്പോൾ എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇത് എക്സ് പ്ലസ് 1/x ഈക്വൽ ടു കെ ഫോം അല്ലെങ്കിൽ എക്സ് മൈനസ് 1/x ഈക്വൽ ടു കെ ഫോം ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ സ്ക്വയർ മൈനസ് 2 ആണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആ ആപ്ലിക്കേഷനാണ്. എക്സ് മൈനസ് 1/x ഈക്വൽ ടു കെ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ സ്ക്വയർ പ്ലസ് 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പാണിത്. നമുക്ക് അങ്ങനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 2x മൈനസ് 3/x ആണ്. ഇവിടെ പവർ നോക്കുക, എക്സ് സ്ക്വയർ അല്ല, എക്സ് റേസ്റ്റ് 4 ആണ്. അപ്പോൾ 2 പ്രാവശ്യം സ്ക്വയർ ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കിയാലോ, ഇതൊന്ന് സ്ക്വയർ ചെയ്യുക. 4x സ്ക്വയർ മൈനസ് അല്ലെങ്കിൽ 4x സ്ക്വയർ പ്ലസ് 9/x സ്ക്വയർ മൈനസ് 2ab അല്ലേ, 2 ഇൻറ്റു 2x ഇൻറ്റു 3/x ഈക്വൽ ടു 9. ഓക്കെ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തു. ഇനി ഇവിടെ x ക്യാൻസൽ ചെയ്തു. 4x സ്ക്വയർ പ്ലസ് 9/x സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12, ഈ മൈനസ് 12 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 12 ആയി. 9 പ്ലസ് 12 എന്ന് പറയുന്നത് 21. ഇത് വീണ്ടും സ്ക്വയർ ചെയ്യുക. 16x raised to 4 പ്ലസ് 81/x raised to 4 പ്ലസ് 2 ഇൻറ്റു 4x സ്ക്വയർ ഇൻറ്റു 9/x സ്ക്വയർ ഈസ് ഈക്വൽ ടു 441. ഓക്കെ, വീണ്ടും സ്ക്വയർ ചെയ്തു. x സ്ക്വയർ ക്യാൻസൽ ചെയ്തു. 2 ഇൻറ്റു 4 8, 8 ഇൻറ്റു 9 72, അങ്ങോട്ടേക്ക് പോയാൽ മൈനസ് 72. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഉത്തരം കിട്ടി. 16x raised to 4 പ്ലസ് 81 ഡിവൈഡഡ് ബൈ x raised to 4 ഈസ് ഈക്വൽ ടു 441 മൈനസ് 72. ഓക്കെ, എത്രയാണ് 441 മൈനസ് 72? 9, 13 മൈനസ് 7 6, 369. ഓക്കെ, അപ്പോൾ 369 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രെയിൻ സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് എ അറ്റ് 8 AM ആൻഡ് റീച്ച് അറ്റ് ബി അറ്റ് 12 noon. Another train starts from B at 8:30 AM and reach A at 12 noon. Find the meeting time. Okay, അതായത് 2 ഡെസ്റ്റിനേഷൻ ഉണ്ട്, എ ബി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രെയിൻ സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് എ അറ്റ് 8 AM ആൻഡ് റീച്ച് ബി അറ്റ് 12 PM 12 noon അല്ലേ. അപ്പോൾ ഈ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ പി ആണെന്ന് വിചാരിക്കുക. ഇത് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 12 മണിക്ക് എത്തും. അപ്പോൾ എത്ര മണിക്കൂർ കൊണ്ടെത്തും? 4 മണിക്കൂർ കൊണ്ടെത്തും. ഓക്കെ, അപ്പോൾ 4 hours. ഫസ്റ്റ് ട്രെയിൻ 4 hours. ഇനി സെക്കൻഡ് ട്രെയിൻ നോക്കുക. സെക്കൻഡ് ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം ബി, അത് ക്യൂ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സെക്കൻഡ് ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം ബി അറ്റ് 8:30 AM ആൻഡ് റീച്ച് അറ്റ് 12 PM. ഓക്കെ, അപ്പോൾ 8:30ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 12 മണിക്ക് എത്തുന്നു. അപ്പോൾ 3.5 മണിക്കൂർ കൊണ്ട് എത്തുകയാണ് അല്ലേ. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 7/1/2 hours. 7/2 അല്ല, 7/2 hours. ഓക്കെ, അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ അതായത് ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ എടുക്കുന്ന സമയം 7/2 hours. അപ്പോൾ ആദ്യത്തെ ട്രെയിൻ 4 hours. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യുക? ചുമ്മാ ഒരു ഡിസ്റ്റൻസ് എടുക്കുക. അതായത് ഈ 2 നമ്പേഴ്സിൻ്റെ LCM ആയ ഒരു ഡിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ ഞാൻ എക്സാമ്പിൾ AB 56 കിലോമീറ്റർ എന്ന് എടുത്തു. AB ഈക്വൽ ടു 56 കിലോമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? 56 ഡിവൈഡഡ് ബൈ 4 14 km/h. ക്യൂവിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? 56 ഡിവൈഡഡ് ബൈ 7/2 അല്ലേ. അപ്പോൾ എത്ര വരും? 16 km/h. ഓക്കെ, അപ്പോൾ 2 പേരുടെ സ്പീഡ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് മീറ്റിംഗ് പോയിന്റ് ആണ്. ഇവിടെ ഒരു ട്രെയിൻ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, മറ്റേ ട്രെയിൻ 8:30ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് അരമണിക്കൂറിന് ലീഡ് ചെയ്യാണ്. ആ അരമണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ കുറയ്ക്കണം.
ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ, 1 മണിക്കൂറിൽ 14 കിലോമീറ്റർ പോവും. അപ്പോൾ അരമണിക്കൂറിൽ എത്ര കിലോമീറ്റർ പോവും? 7 കിലോമീറ്റർ പോവും. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാണ്? 56 മൈനസ് 7. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 49 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം ബാലൻസ്, അതായത് രണ്ടിനും എക്സാക്ട് സമയമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡിസ്റ്റൻസ് കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി 8:30 നമ്മൾ ആ ടൈം എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് 49 ആണ്. ഇനി റിലേറ്റീവ് സ്പീഡ് നോക്കുക. റിലേറ്റീവ് സ്പീഡ്, അതായത് ഈ രണ്ട് ട്രെയിനും ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പോൾ സ്പീഡിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ 14 + 16 എത്രയാണ്? 30. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് 30 km/h ആണ്. 49/30. ഇനി ഇത് എന്ത് ചെയ്യുക? ഇത് ഹവറിലായിരിക്കും മിനിറ്റിലാക്കുക. അപ്പോൾ ഇൻറ്റു 60. ഓക്കെ, അപ്പോൾ ഇത് 49 × 98 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ 98 മിനിറ്റ്സിലാണ് ഇവർ കൂട്ടിമുട്ടുന്നത്. അത് ഏത് സമയമാണ്? നമ്മളിവിടെ ടൈം നമ്മൾ ഏത് ടൈമാണ് എടുക്കേണ്ടത്? 8:30 ആണ് എടുക്കേണ്ടത്. കാരണം ആ അരമണിക്കൂറത്തെ ഡിസ്റ്റൻസ് നമ്മൾ കുറച്ച് കഴിഞ്ഞു. അപ്പോൾ 8:30 98 മിനിറ്റ്സ് ആഡ് ചെയ്യുക. 8:30 AM + 98 മിനിറ്റ്സ്. ഓക്കെ, 98 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 38 മിനിറ്റ്. സോ 8:30 1 മണിക്കൂർ, അപ്പോൾ എത്രയായി? 9:30 + 38 മിനിറ്റ് എത്രയായി? 10:08. ഓക്കെ, 10:08 AM. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ABC, AB = 20, BC = 21, then find cosec C + cot C - tan A. ഓക്കെ, അപ്പോൾ ഇവിടെ സൈഡ്സ് നോക്കുക. 20, 21 ആണ്. അപ്പോൾ എന്താണ്? ട്രിപ്ലറ്റ്സ് ആയിരിക്കും. 20, 21, 29. ഓക്കെ, ഇനി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുക. ABC, കാരണം AB 20 എന്ന് തന്നിട്ടുണ്ട്. BC എത്രയാണ്? 21. സോ 20, 21, ഹൈപ്പോട്ടന്യൂസ് എത്രയാ? 29. ഇനി കൊസീക് C എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ആംഗിൾ, ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ്. അപ്പോൾ എത്രയാ? 21/20 പ്ലസ് കോട്ട് C എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് പ്ലസ് 21/20 മൈനസ് tan A ഇവിടെയാണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ മൈനസ് 21/20. ഓക്കെ, കൊസിക് സി ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് ആണ്. 29 ആണ് കേട്ടോ. 29/20. ഓക്കെ ആണല്ലോ. ഇത് ക്യാൻസലായി. ഉത്തരം 29/20. ഓക്കെ, 29/20 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. In the given figure, AC = 11 cm, AQ = 7 cm, and AP = 9 cm. Find PQ. ഓക്കെ, അപ്പോൾ ഒരു ടാൻജൻറ്റ് ഒരു സർക്കിള് ഒരു കോമൺ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും രണ്ട് ടാൻജൻറ്റ് വരികയാണെങ്കിൽ ഈ പോയിന്റ് എ ആണെന്ന് വിചാരിക്കുക. AB AC, ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അതായത് AB = AC ആയിരിക്കും. ഓക്കെ, AB = AC. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ തന്നെ ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. ഇവിടെ നോക്കി, AC = 11 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും 11 ആണ്, ഇത്രയും 11 ആണ്. ഓക്കെ, ഇനി AQ 7 എന്ന് തന്നിട്ടുണ്ട്. AQ 7 ആണ്. അപ്പോൾ CQ എത്രയാണ്? 4. ഓക്കെ, CQ 4 ആണെങ്കിൽ QR എത്രയാണ്? 4. കാരണം Q എക്സ്റ്റേണൽ പോയിൻ്റ് ആണ്, QC QR ടാൻജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് സെയിം ആയിരിക്കും. ഇനി AP 9 എന്ന് തന്നിട്ടുണ്ട്. AP 9 ആണ്. അപ്പോൾ BP എത്രയാണ്? 2. ഓക്കെ, BP 2 ആണെങ്കിൽ, കാരണം 9 + 2 11 അല്ലേ. അപ്പോൾ BP 2 ആണെങ്കിൽ RP എത്രയാണ്? അതും 2. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? PQ ആയിരുന്നു. PQ എന്ന് പറഞ്ഞാൽ PR + RQ, 4 + 2 6. ഓക്കെ, PQ എന്ന് പറഞ്ഞാൽ 6. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If 16 √2 x³ plus 81 √3 y³ is equal to 2 √2 x plus 3 √3 y into ax² plus by² plus cxy. Find a plus b plus 2 √6. ഓക്കെ, അതായത് ഇത് a³ plus b³ is equal to a plus b into a² plus b² minus ab. ഓക്കെ,
എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. ഈ ആപ്ലിക്കേഷനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എ ക്യൂബ് ബി ക്യൂബ് കണ്ടുപിടിക്കാം. അതിന് മുമ്പ് ഇവിടെ നോക്കിയേ, ഇവിടെ എ പ്ലസ് ബി എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, എ പ്ലസ് ബി കണ്ട. ഇതിൽ നിന്ന് വ്യക്തമാണ് എ എന്ന് പറയുന്നത് 2√2 ആയിരിക്കും, ബി എന്ന് പറയുന്നത് 3√3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. എ ക്യൂബ്, എ എന്ന് പറയുന്നത് 2√2 ആണ്. അപ്പോൾ എ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 2√2 ഹോൾ ക്യൂബ് എത്ര കിട്ടും? 16√2 ഉണ്ടോ? അപ്പോൾ 16√2 എന്ന് പറഞ്ഞാൽ ഇത് എ ക്യൂബാണ്. അതേപോലെ തന്നെ ബി ഈക്വൽ ടു 3√3, ബി ഈക്വൽ ടു 3√3. ബി ക്യൂബ് ഒന്ന് നോക്കിയേ, 3√3 ഹോൾ ക്യൂബ്, 3 ക്യൂബ് 27, √3 ഹോൾ ക്യൂബ് 3√3. അപ്പോൾ എത്രയാ? ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ 81√3. ഓക്കെ, ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ 81√3 കണ്ട. അപ്പോൾ ഇത് സെയിം ആണ്. അപ്പോൾ എയും ബി എന്താണ്? എ 2√2, ബി 3√3. അപ്പോൾ നമുക്കിത് എക്സാമിൻ്റെ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം, ചെയ്യാം കേട്ടോ. അതായത് എ ഈക്വൽ ടു 2√2 ആണ്, ബി ഈക്വൽ ടു 3√3 ആണ്. അപ്പോൾ അവിടെ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഈ കോഎഫിഷ്യൻ്റ് എന്താണ്? എ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. സോ 2√2 ഹോൾ സ്ക്വയർ എത്ര കിട്ടും? 2√2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇനി ബി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ, അതായത് 3√3 ഹോൾ സ്ക്വയർ, 3√3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 27 ആണ്. ഓക്കെ, ഇനി മൈനസ് എ ബി. ഓക്കെ, ഇവിടെ മൈനസ് എ ബി ആണ്. ഇവിടെ എങ്ങനെ വരിക? 8x പ്ലസ് ബി സ്ക്വയർ എത്രയാണ്? 27y മൈനസ് ഇത് രണ്ട് ഇൻറ്റു ചെയ്യുക, 2 × 3 6√6, മൈനസ് 6√6xy. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യുക. സിയുടെ സ്ഥാനത്ത് ഇവിടെ മൈനസ് ആണ്, മൈനസ് 6√6. ഓക്കെ, അപ്പോൾ സി ഈക്വൽ ടു മൈനസ് 6√6. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ എത്രയാണ്? എ 8 പ്ലസ് 27 പ്ലസ് ഇത് ബി, എ പ്ലസ് ബി പ്ലസ് 2√6 അല്ല, c√6 ആണ് കേട്ടോ, c√6. ഓക്കെ, അപ്പോൾ സി എത്രയാണ്? മൈനസ് 6√6 ഇൻറ്റു √6. ഓക്കെ, അപ്പോൾ 8 പ്ലസ് 27 മൈനസ് √6 ഇൻറ്റു √6 6 ഇൻറ്റു 6 36. അപ്പോൾ 8 പ്ലസ് 27 35 മൈനസ് 36 -1. ഓക്കെ, -1 ആണ് കറക്റ്റ് ആൻസർ. എ പ്ലസ് ബി പ്ലസ് 6√6 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി നോക്കുക. എ സ്ക്വയർ 8 ആണ്, ബി സ്ക്വയർ 27 ആണ്, മൈനസ് എ ബി എന്ന് പറയുന്നത് 6√6 ആണ്, മൈനസ് 6√6, അതാണ് സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The ratio of present age of mother and daughter is 7:1. After 5 years, the ratio becomes 4:1. Find the difference between their present ages. ഓക്കെ, അപ്പോൾ ഒരു മദറിൻ്റെയും ഡോട്ടറിൻ്റെയും ഏജസിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് അല്ലേ. 5 വർഷങ്ങൾക്ക് ശേഷം 5 years, ആഫ്റ്റർ 5 years റേഷ്യോ ബിക്കംസ് 4:1. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രസൻറ്റ് ഏജിൻ്റെ ഡിഫറൻസ് കാണാം. ഇതെങ്ങനെയും? അപ്പോൾ ആദ്യം നമുക്ക് റേഷ്യോ എഴുതാം, മദർ ഡോട്ടർ. അപ്പോൾ ആദ്യം 7:1 ആണ്, പിന്നെ 5 years കഴിഞ്ഞിട്ട് റേഷ്യോ എത്രയായി? 4:1. ഓക്കെ, അപ്പോൾ ഇയേഴ്സിൻ്റെ ചേഞ്ച് രണ്ടുപേർക്ക് ഒരേപോലെയാണ് മാറ്റം ഉണ്ടാകുന്നത് അല്ലേ. ഇപ്പോൾ ഇയാൾക്ക് 20 വയസ്സും ഇയാൾക്ക് 10 വയസ്സും ആണെങ്കിൽ 5 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 20 + 5 10 + 5 അല്ലേ. അപ്പോൾ ഇയേഴ്സിന് ഒരേപോലെയാണ് മാറ്റം ഉണ്ടാവുക. അപ്പോൾ നോക്കി, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഡിഫറൻസ് രണ്ടുപേർക്കും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഡിഫറൻസ് സെയിം ആണോ? -3 ആണ്, ഇത് സെയിം അല്ല. അപ്പോൾ ഇതെങ്ങനെ സെയിം ആക്കും? ഇവിടുത്തെ ഡിഫറൻസ് എടുക്കുക, എത്രയാണ്? 3 അല്ലേ. ആ 3 എടുത്തിട്ട് ഇവിടെ ഗുണിക്കുക. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 7 - 1 6. ആ 6 എടുത്തിട്ട് ഇവിടെ ഗുണിക്കുക. ഓക്കെ, അതായത് ഈ ഡിഫറൻസ് സെയിം ആക്കാനായിട്ട് ഇവിടുത്തെ ഡിഫറൻസ് ഇവിടെ ഗുണിക്കുക, ഇവിടുത്തെ ഡിഫറൻസ് ഈ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ഇവിടെ ഗുണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ 3 ആയിരുന്നു ഗുണിക്കേണ്ട മദർ ഡോട്ടർ. പുതിയ റേഷ്യോ എങ്ങനെയായി? 21:3. ഇനി ഇവിടെയോ 6 ആണ് ഗുണിക്കേണ്ടത്, 24:6. ഓക്കെ, 21:3 24:6.
ഓക്കെ, ഡിഫറൻസ് നോക്കാം. ഇവിടെ ഡിഫറൻസ് നോക്കിയാൽ ഇവിടെ 3 ആണ്, ഇവിടെ ഡിഫറൻസ് 3 ആണ്, കണ്ടോ? അപ്പോൾ ഈ 3 ആണ് എന്ത് ആഫ്റ്റർ 5 ഇയേഴ്സ് എന്ന് പറയുന്നത് അല്ലേ, റേഷ്യോയിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പോൾ 3യുടെ വാല്യൂ ആണ് 5. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദർ പെർസെൻറ്റേജസ് ആണ്. അപ്പോൾ ഇനി നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 21:3 24:6 ആണ്. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ റേഷ്യോ 21ഉം 3ഉം ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, 21 - 3 18. അപ്പോൾ 18 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 6 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 6 കൊണ്ട് ഗുണിക്കുക അല്ലേ, അപ്പോൾ 18 ആയല്ലോ. അപ്പോൾ എത്രയായി? 30. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ ആണല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാർക്ക് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ₹10,000. If 3 successive discount of 20%, 10% and X% is given, selling price of the article becomes 6120 rupees. Find the value of X. ഓക്കെ, ഒരു ആർട്ടിക്കിളിൻ്റെ മാർക്ക് പ്രൈസ് വന്നിട്ടുണ്ട്, എത്രയാ? 10,000. 3 ഡിസ്കൗണ്ടും കഴിച്ചിട്ട് 6120 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്, മൂന്നാമത്തെ ഡിസ്കൗണ്ട് കാണാം. അപ്പോൾ നോക്കാം, 10,000 അല്ലേ, ആദ്യം 10,000 ആണ് മാർക്ക് പ്രൈസ്. ആദ്യം എത്രയാണ് ഡിസ്കൗണ്ട്? 20%. അപ്പോൾ ബാക്കി പൈസ എത്രയാ? 80/100. ഓക്കെ, ഇനി അടുത്തത് 10%. അപ്പോൾ ബാക്കി 90/100. ഇനി അടുത്തത് X%. ഓക്കെ, X%. അപ്പോൾ സ്വാഭാവികമായിട്ടും 100 - X ഡിവൈഡഡ് ബൈ 100 ആണ് വരേണ്ടത്. അപ്പോൾ 100 - Xനെ നമുക്ക് K എന്നിടാം. അപ്പോൾ K/100 ഓക്കെ ഈക്വൽ ടു 6120. അപ്പോൾ നമ്മളിവിടെ 100 - X എന്ന് എഴുതണമെന്നില്ല, ഇവിടെ വാല്യൂ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് 100 കുറയ്ക്കുക, 100ൽ നിന്ന് കുറയ്ക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടുപിടിക്കുക, 2 0 2 0 4 0 വെട്ടി, ഇവിടെ 2 0 വെട്ടി, 9 ഡിവിസിബിൾ ആവുമായിരിക്കും. 9 6 are 54, 7 റിമൈൻഡർ 72, അപ്പോൾ 8 680. ഇനി 4 വെച്ച് കട്ട് ചെയ്യാം, 4 × 2 8, 4 × 170, 2 170 എത്രയാ? 85. ഓക്കെ, അപ്പോൾ K ഈക്വൽ ടു എത്ര കിട്ടും? 85. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ട് 100 - 85 എത്രയാ? 15%. ഓക്കെ, 15% ആണ് ഡിസ്കൗണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സർട്ടൺ ടൈം an amount of 7,500 becomes 9075 rupees at the rate of 10% per annum compounded annually. Find the simple interest on the same sum for same years at the same rate of interest. Okay. നമുക്ക് ആദ്യം ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു ഫോർമുല ഉണ്ടല്ലോ, എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൾ ഇൻറ്റു 1 + R/100 റേസ് ടു n. അപ്പോൾ 1 + R/100 റേസ് ടു n എന്ന് പറഞ്ഞാൽ എമൗണ്ട് ബൈ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എമൗണ്ട് എത്രയാണ്? 9075 ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൾ എത്രയാണ്? 7500 ഈക്വൽ ടു 1 + R/100. R ഇവിടെ എത്രയാണ്? 10 അല്ലേ. 10/100 എന്ന് പറയുന്നത് 1/10 ആണ്. അപ്പോൾ ഇത് എത്ര വരും? 11/10 വരും. ഓക്കെ, 11/10 ഹോൾ റേസ് ടു n. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും 11/10ൻ്റെ റേസ് ടു പവറാണ് എഴുതേണ്ടത്, പവറാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് അതേപോലെ കിട്ടുമെന്ന് നോക്കാം. 25 വെച്ച് ഡിവൈഡ് ചെയ്താലോ? ഇവിടെ 300, ഇവിടെ എത്ര കിട്ടും? 3 15 75 ആണ്, റിമൈൻഡർ 15 157 6 75 3 363/300. അഗെയിൻ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 121/100. ഓക്കെ, 121/100. അപ്പോൾ കിട്ടിക്കാണുമല്ലോ. 121 എന്ന് പറഞ്ഞാൽ 11² ആണ്, 100 എന്ന് പറഞ്ഞാൽ 10² ആണ്. അപ്പോൾ 11/10 ദ ഹോൾ റേസ് ടു 2. അപ്പോൾ ടൈം പീരീഡ് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ, ടൈം പീരീഡ് 2 ആണ്. ഇനി ആ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാം. ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് 2 ആണ്, ടൈം 2 ആണ്, റേറ്റ് 10% ആണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 20% അല്ലേ. ഒരു വർഷം 10%, 2 വർഷം 20%. അപ്പോൾ 7500ൻ്റെ 20% കാണാം, അതാണ് ഉത്തരം. ഓക്കെ,
2 0 കട്ട് ചെയ്തു. 75 × 20 1500. 1500 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൾ ടു 2, എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈക്വൾ ടു -11, ഫൈൻഡ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് -3abc. അപ്പോൾ ഇത് ഡയറക്റ്റ് ഫോർമുലയാണ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് -3abc ഈസ് ഈക്വൾ ടു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി എ. ഓക്കെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി എ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്, എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് റീമോഡിഫൈ ചെയ്യാം. സി ഇതെങ്ങനെ എഴുതാം? എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ഇവ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഇങ്ങനെ എഴുതാം. കാരണം എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab 2bc 2ca അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ മൈനസും കൂടി ആഡ് ചെയ്താൽ അതേപോലെ വരും. ഓക്കെ, അപ്പോൾ ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എത്രയാ? 2 ഇൻറ്റു സ്ക്വയർ എത്രയാ? 4 മൈനസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ -11 ആണ് അല്ലേ? അപ്പോൾ 3 ഇൻറ്റു -11. ഇപ്പോൾ എത്ര കിട്ടും? 2 ഇൻറ്റു എത്രയാ? മൈനസ് ഇവിടെ പ്ലസ് ആയി 33 ആണ്. 33 + 4 37 ഇൻറ്റു 2 74. 74 ആണ് കറക്റ്റ് ആൻസർ. 4 + 33 37 ഇൻറ്റു 2 74. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 5x 4 2 3y ഈസ് ഡിവിസിബിൾ ബൈ 88, ഫൈൻഡ് 3x - 4y. ഓക്കെ, അപ്പോൾ ആ നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിജിറ്റിൻ്റെ പകരമാണ് എക്സും വൈയും. ഓക്കെ, അപ്പോൾ നമ്പർ 5x 4 2 3y. ഓക്കെ, 5x 4 2 3y ഈസ് ഡിവിസിബിൾ ബൈ 88, ഫൈൻഡ് 3x - 4y. അപ്പോൾ 88 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 88ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 88ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക, 11ഉം 8ഉം. അപ്പോൾ ഇത് 8 കൊണ്ടും ഡിവിസിബിൾ ആണ്, 11 കൊണ്ടും ഡിവിസിബിൾ ആണ് അല്ലേ? അപ്പോൾ നോക്കിയാൽ ആദ്യം 8ൻ്റെ ഡിവിസിബിലിറ്റി എടുക്കാം. 8ൻ്റെ കേസ് എന്താ? അവസാനത്തെ 3 ഡിജിറ്റ് 8 കൊണ്ട് ഡിവൈഡ് ആവണം. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 8. അപ്പോൾ നോക്കിയാൽ 2 3y ആണ്. 2 3y. അപ്പോൾ 2 3 ഇവിടെ നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. 8 വെച്ച് ഡിവൈഡ് ചെയ്താൽ 8 2 16, റിമൈൻഡർ എത്ര? 7. അപ്പോൾ ഇവിടെ വരേണ്ടത് 8 കൊണ്ട് ഡിവിസിബിൾ ആവണം. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 72 ആണ് അല്ലേ? 8 9 72. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? 2 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ വൈൻ്റെ വാല്യൂ എന്ത് കിട്ടി? 2 കിട്ടി. ഓക്കെ, വൈൻ്റെ വാല്യൂ 2. ഇനി 11ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? 11ൻ്റെ ഡിവിസിബിലിറ്റി ഓഡ് പൊസിഷനിലുള്ള നമ്പർ ആഡ് ചെയ്യുക, ഈവൻ പൊസിഷനിലുള്ള നമ്പർ ആഡ് ചെയ്യുക, എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ 0 വന്നം, അല്ലെങ്കിൽ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഓഡ് പൊസിഷനിലുള്ള നമ്പർ നോക്കിയാൽ ഏതൊക്കെയാണ്? 5 2 y. അപ്പോൾ 5 + 4 + അല്ല 5 2y അല്ലല്ലോ, 5 4 3. 5 4 3. 5 + 4 9, 9 + 3 12. ഓക്കെ, 5 + 4 + 3 ഈസ് ഈക്വൽ ടു, ഇനി ഈവൻ പൊസിഷനിലുള്ള നമ്പർ ഏതൊക്കെയാ? x 2 y. ഓക്കെ, x + 2 + y നമുക്കിപ്പോൾ കിട്ടി 2. അപ്പോൾ 5 + 4 9, 9 + 3 12 ഈക്വൽ ടു x + 4. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ആവണമെങ്കിൽ എക്സ് എന്ത് വന്നം? 8 വന്നം അല്ലേ? 12 ഈക്വൽ ടു 8 + 4 12. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 8. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു 2, x ഈക്വൽ ടു 8. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3x - 4y. 3 ഇൻറ്റു x 8 ആണ്. 3 × 8 - 4 ×
3 into 8 24 minus 8. 24 minus 8 16. 16 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആൻസർ 16 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ചില കേസിൽ അപ്പോൾ ഈ പാറ്റേൺ ഇത് തന്നെയായിരിക്കും. ചിലപ്പോൾ അവർ y ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയും, അല്ലെങ്കിൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ y എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. A train covers first 75 km at x km per hour and next 90 km at x plus 10 km per hour, and the total time taken is 3 hours. How much time it will take to cover 300 km at a usual speed? Option 4, 8, 6, 7. അപ്പോൾ ഞാനിവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ ഇട്ട് ചെയ്യണമായിരിക്കും എളുപ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കി, ആദ്യം 75 കിലോമീറ്റർ എക്സ് സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ടൈം കിട്ടി. പ്ലസ് അടുത്ത് 90 കിലോമീറ്റർ എത്ര എക്സ് പ്ലസ് 10 സ്പീഡിലാണ് പോകുന്നത്. ഇനി ആ ടോട്ടൽ ടൈം എടുക്കുക എത്ര? 3. ഓക്കെ, ടോട്ടൽ ടൈം 3 ആണ്. അപ്പോൾ 75 പ്ലസ് എക്സ് 75 ബൈ എക്സ് പ്ലസ് 90 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 10 ഈക്വൽ ടു 3 ആണ്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. ഓക്കെ, അത് വെച്ചിട്ട് സോൾവ് ചെയ്യാനും കുഴപ്പമില്ല, കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പോൾ ഒരു മെത്തേഡ് ഇങ്ങനെയാണ്, നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഓപ്ഷൻ വൈസ് ആണെങ്കിൽ, ഓക്കെ, ഓപ്ഷൻ വൈസ് ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എടുത്ത് 4, 300/4 എടുക്കുക. 300/4 എത്രയാണ്? അപ്പോൾ നമുക്ക് സ്പീഡ് കിട്ടും. 75 ആണ് സ്പീഡ്. അതിവിടെ ഡിവൈഡ് ചെയ്ത് നോക്കുക. 75 ആദ്യത്തെ കേസിൽ 75 75/75 പ്ലസ് അടുത്ത ഡിസ്റ്റൻസ് എത്ര? 90 ഡിവൈഡഡ് ബൈ 10 കിലോമീറ്റർ കൂടി അല്ലേ, 10 km/h കൂടി, അപ്പോൾ 85. ഇത് എത്ര കിട്ടണം? 3 കിട്ടണം. ഓക്കെ, ഇത് 3 കിട്ടും ഇവിടെ? ഇല്ല. ഇത് 1 കിട്ടും, പക്ഷേ ഇത് 2 കിട്ടണം. 2 കിട്ടുമോ? ഇല്ല. അപ്പോൾ 4 പറ്റില്ല. ഇനി അടുത്ത 8 എടുക്കുക. 300 ഡിവൈഡഡ് ബൈ 8 37.5 ആണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള നമ്പർ അല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതൊന്ന് ലീവ് ചെയ്യുക. അടുത്ത് നോക്കാം. 6, 300 ഡിവൈഡഡ് ബൈ 6. ഇപ്പോൾ ഇത് ശരിയാവണം നിർബന്ധമില്ല, തെറ്റാവണം നിർബന്ധമില്ല, എന്നാലും കറക്റ്റ് ഡിവിസിബിളായിട്ട് വരുന്ന ടൈം എടുക്കുക. ഇവിടെ നോക്കിയേ, ഓപ്ഷൻ സി നോക്കിയേ, 6 കുറച്ചും കൂടി ആപ്റ്റാണ്. 300 ഡിവൈഡഡ് ബൈ 6 ഇവിടെ എത്ര സ്പീഡ് കിട്ടും? 50 km/h. ഓക്കെ, അപ്പോൾ നോക്കിയേ, 75 ഡിവൈഡഡ് ബൈ 50 പ്ലസ് 90 ഡിവൈഡഡ് ബൈ 50 പ്ലസ് 10 60. ഓക്കെ, ഓക്കെ, ഇത് 5 × 15 ആണ് 75 ബൈ 10 വരുമ്പോൾ 1.5 വരും. കണ്ടോ, ഇവിടെ 1.5. ഇതെത്രയാണ്? 90/60. 9/6 3/2, അതും 1.5. കണ്ടോ, 1.5 പ്ലസ് 1.5 എത്ര വന്നു? 1.5 പ്ലസ് 1.5 എത്ര വന്നു? 3 വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ? 6 ആണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ 6 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ടൈം ആൻഡ് വർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടൈം ആൻഡ് വർക്ക് അല്ല, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, പെർസെൻറ്റേജ് ആയിക്കോട്ടെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിക്കോട്ടെ, ഓപ്ഷനിൽ നിന്നും കൂടി ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് നമുക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊന്ന് കൺസിഡർ ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. cosec x plus cot x divided by cosec x minus cot x equal to 9. Find sin x. ഓക്കെ, അപ്പോൾ cosec x plus cot x divided by cosec x minus cot x equal to 9. Find sin x. അപ്പോൾ ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ മെത്തേഡ് വെച്ച് യൂസ് ചെയ്യാമെന്നാണ്. കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ. ഓക്കെ, കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ എന്താണെന്ന് വെച്ചാൽ ഇഫ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി ബൈ ഡി ആണെന്ന് വിചാരിക്കുക. ഇഫ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി ബൈ ഡി, അങ്ങനെയാണെങ്കിൽ എ ബൈ ബി എന്ന് പറഞ്ഞാൽ സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ സി മൈനസ് ഡി ആണ്. ഓക്കെ, കമ്പോണൻറ്റോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ഇവിടെ പ്ലസ് ചെയ്യുക, അപ്പോൾ ഇവിടെ 2a എന്ന് കിട്ടും. ഡിവിഡൻറ്റോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ മൈനസ് ചെയ്യുക, അപ്പോൾ ഇവിടെ 2b എന്ന് കിട്ടും. ഉണ്ടോ, അപ്പോൾ 2 യും ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെയും ചെയ്തത്, അതേപോലെ തന്നെ ഇപ്പുറത്തും ചെയ്യാം. ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്തു സി പ്ലസ് ഡി, ഡിവിഡൻറ്റോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ മൈനസ് ചെയ്തു സി മൈനസ് ഡി. ഓക്കെ, ഇതാണ് കമ്പോണൻറ്റ് ഡിവിഡൻറ്റോ.
അപ്പോൾ നോക്കിയേ, ആ സെയിം കേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്. കണ്ട, എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഈക്വൽ ടു ഇത് സി ആണ്, ഡി 1 ആണ്. കണ്ട, 9/1. ഓക്കെ, അപ്പോൾ ഇത് കമ്പോണൻറ്റ് ഡിവിഡൻറ്റ് അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എ ബൈ ബി അങ്ങനെ തന്നെ എഴുതുക. കൊസീക്ക് എക്സ് ഡിവൈഡഡ് ബൈ കോട്ട് എക്സ് ഈക്വൽ ടു 9+1 ഡിവൈഡഡ് ബൈ 9-1. കൊസീക്ക് എക്സ് ബൈ കോട്ട് എക്സ് നോക്കുക. കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1/sin x ആണ്. കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. സൈൻ വെട്ടിപ്പോയി. 1/cos എന്ന് പറയുന്നത് സീക്ക് എക്സ് ആണ്. ഓക്കെ, മൈക്കാണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? കൊസീക്ക് ബൈ കോട്ട് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ആണ്. സീക്ക് എക്സ് ഈക്വൽ ടു 9+1 എത്ര കിട്ടും? 10/8 ആണ്. സിംപ്ലിഫൈ ചെയ്താൽ 5/4 എന്ന് കിട്ടും. അപ്പോൾ സീക്ക് എക്സ് ഈക്വൽ ടു 5/4 കിട്ടി. നമുക്ക് വേണ്ടത് സൈൻ എക്സ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക. ആംഗിൾ എക്സ് ആയതുകൊണ്ട് ഇവിടെ എക്സ് മാർക്ക് ചെയ്തു. സീക്ക് എക്സ് 5/4 ആണ്. സീക്ക് എക്സിൻ്റെ ഫോർമുല എന്താ? ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 5, അഡ്ജസൻറ്റ് 4, അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 3. ട്രിപ്ലറ്റ്സ് അല്ലേ? 3, 4, 5. ഓക്കെ, അപ്പോൾ ഇനി സൈൻ എക്സ് കണ്ടുപിടിക്കാമല്ലോ. സൈൻ എക്സ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സൈൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് 3 ആണ്, ഹൈപ്പോട്ടന്യൂസ് 5 ആണ്, 3/5. ഓക്കെ, 3/5 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The average of 22 numbers is 37.5. The average of the first 10 numbers is 40.6 and that of the next 10 numbers is 35.4. Find the average of the remaining numbers. Okay, find the average of the remaining numbers. അപ്പോൾ 22 നമ്പേഴ്സിൻ്റെ ആവറേജ് തന്നിട്ടുണ്ട്. ആദ്യത്തെ 10 പേരുടെ ആവറേജ് തന്നിട്ടുണ്ട്, പിന്നത്തെ 10 പേരുടെ ആവറേജ് തന്നിട്ടുണ്ട്, പിന്നത്തെ 2 പേരുടെ ആവറേജാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 രീതി ചെയ്യാം. ഒന്നിൽ കൺവെൻഷനലായിട്ട് ചെയ്യാം. അതായത് 22 × 37.5 ഈക്വൽ ടു 22 × 37.5 ഈക്വൽ ടു. ഇപ്പോൾ ടോട്ടൽ സമ്മായല്ലോ. ആദ്യത്തെ 10 പേരുടെ സമ്മ എത്രയാണ്? 10 × 40.6 എത്ര കിട്ടി? 406 പ്ലസ് രണ്ടാമത്തെ 10 പേരുടെ 10 × 35.4 ആണുള്ള സം. അപ്പോൾ എത്ര കിട്ടി? 354 പ്ലസ് ബാക്കി 2 പേര് ആവറേജ് എക്സ് ആണെന്ന് വിചാരിക്കുക, 2x. ഓക്കെ, 22 × 37.5 എത്രയാണ്? 22 എന്നുള്ളത് 2 × 11 എഴുതാം. 2 × 37.5 എത്രയാണ്? 75. 75 × 11 നമുക്കിങ്ങനെ എഴുതാം. 5, 2, 825 എന്ന് കിട്ടും. അപ്പോൾ 825 ഈസ് ഈക്വൽ ടു 825 ഈസ് ഈക്വൽ ടു 406 പ്ലസ് 354 എത്രയാണ്? 760 ഈക്വൽ ടു പ്ലസ് 2x. ഇത് മൈനസ് ചെയ്യുക, എത്ര കിട്ടും? 65 ഈക്വൽ ടു 2x, x ഈക്വൽ ടു 32.5. ഓക്കെ, എക്സ് ഈക്വൽ ടു 32.5. ഓക്കെ ആണല്ലോ. ഇനി ഇപ്പം രണ്ടാമത്തെ മെത്തേഡ്, അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെയ്റ്റഡ് ആവറേജ് വെച്ച് ചെയ്യാം. അതായത് വൺ ടു ത്രീ 1 2 3 ഇതിൻ്റെ ആവറേജ് എത്രയാണ്? 1 + 2 3, 3 + 3 6 ഡിവൈഡഡ് ബൈ 3 2 അല്ലേ? നടുക്കത്തെ നമ്പർ 2 ആണ് ആവറേജ്. ഓക്കെ, അപ്പോൾ നോക്കി ഈ ആവറേജിൽ നിന്ന് ഈ നമ്പറുകൾ എത്ര ഷിഫ്റ്റ് ചെയ്യുന്നു നോക്കുക. അതായത് 2 ആണ് ആവറേജ്. 2 1ൽ നിന്ന് ഇവിടെ നോക്കി 1 ആവറേജിൽ നിന്നും -1 കുറവാണ് അല്ലേ? അതായത് 1 2 അതായത് ആവറേജ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആവറേജ് ഇവിടെ എത്രയാണ്? 2 ആണ്. 1 എത്ര കുറവാണ്? -1 കുറവാണ്. ഇനി അടുത്ത നമ്പർ നോക്കുക 3 ആവറേജിൽ നിന്നും അതായത് 2ൽ നിന്നും എത്ര? 1 കൂടുതലാണ്, +1 കണ്ടോ? ഓക്കെ, 1 കൂടുതലാണ്. ഇനി ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കിയേ, -1 + 1 0. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ നിന്ന് ആവറേജിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്യുന്നോ ആ ഡീവിയേറ്റ് ചെയ്യുന്ന നമ്പർ എല്ലാം കൂടി സം ചെയ്ത് നോക്കിയാൽ അവിടെ 0 കിട്ടും. ആ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ നോക്കിയേ, ആദ്യം 22 നമ്പറിൻ്റെ ആവറേജ് 37.5. ഓക്കെ, 22 നമ്പറിൻ്റെ ആവറേജ് 37.5. ആദ്യത്തെ 10 നമ്പറിൻ്റെ ആവറേജ് തന്നിട്ടുണ്ട്. എത്രയാണ്? 40.6
6. ഇനി രണ്ടാമത്തെ 10ൻ്റെ ആവറേജ് വന്നിട്ടുണ്ട് 35.4. അടുത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത 2 നമ്പറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇത് ഈ ആവറേജുകൾ ടോട്ടൽ ആവറേജിൻ്റെ ശരിക്കുള്ള മീൻ ആവറേജിൻ്റെ എത്ര ഡീവിയേറ്റ് വരുന്നോ ആ ഡീവിയേഷൻ്റെ സം എടുത്താൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിയേ 37.5ഉം 40.6ഉം കമ്പയർ ചെയ്ത് നോക്കുക. എത്ര കൂടുതലാണ്? 3.1 കൂടുതലാണ്. ഓക്കെ, 3.1. ഇനി ഈ നമ്പർ കൊണ്ട് ഗുണിക്കുക. 3.1 × 10. 3.1 × 10. ഓക്കെ, ഇനി ഇവിടെ അടുത്ത നമ്പർ നോക്കുക. 35.4ഉം 37.5ഉം ഇവിടെ കുറവാണ് അല്ലേ? ആവറേജിൽ നിന്ന് കുറവാണ്. എത്ര കുറവാണ്? 37.5 മൈനസ് 35.4 ചെയ്യുക. നോക്കിയേ, 2.1 കുറവാണ് അല്ലേ? അപ്പോൾ 2.1 കുറവാണ്. നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് 2.1 × 10. ഓക്കെ, മൈനസ് 2.1 × 10. ഇനി പ്ലസ്. ഓക്കെ, പ്ലസ്. ഇവിടെ എക്സ് കുറവാന്ന്, ഇത് ആവറേജ് അല്ല, എക്സ് കുറവാന്ന് വിചാരിക്കുക. എക്സ് കുറവാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്ലസ് 2x = 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയേ, 3.1 × 10 എത്രയാ? 31. മൈനസ് 2.1 × 10 എത്രയാ? 21. പ്ലസ് 2x = 0. 31 മൈനസ് 21 10 അല്ലേ? 10 അങ്ങോട്ട് പോയാൽ മൈനസ് 10. അപ്പോൾ 2x = മൈനസ് 10, x = മൈനസ് 5. കണ്ടാ, x = മൈനസ് 5. അതായത് മീനിൽ നിന്നും മൈനസ് 5 കുറവാണ് അല്ലേ? അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇതിൽ മൈനസ് 5 കുറയ്ക്കുക, എത്രയായിരിക്കും? 32.5 ആണ്. കണ്ടാ, 32.5. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The CP of a table is 10,000 and a chair is 5,000. If table is sold at profit of 8%, then find the profit at which the chair is sold for overall profit of 10%. ഓക്കെ, അപ്പോൾ 2 മെറ്റീരിയൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? ടേബിളും ചെയറും. ഓക്കെ, ടേബിളിന് 10,000 രൂപ, ചെയറിന് 5,000 രൂപ. ഇനി ഇത് രണ്ടും വിൽക്കുകയാണ്, രണ്ടും പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. ആദ്യത്തെ സാധനം, അതായത് ടേബിള് എത്ര? 8% ലാഭത്തിനാണ് വിൽക്കുന്നത്. ഇനി ഓവറോൾ 10% കിട്ടി. അങ്ങനെയാണെങ്കിൽ ചെയർ എത്ര ശതമാനം ലാഭത്തിനായിരിക്കും വിറ്റിരിക്കുന്നുണ്ടാവുക? ഓക്കെ, അതാണ് ചോദ്യം. അപ്പോൾ നോക്കിയാൽ ഇവിടെ ടേബിള്, ഇവിടെ ചെയർ. ടേബിള് 8% പ്രോഫിറ്റിനാണ് വിറ്റത്. ഓവറോൾ പ്രോഫിറ്റ് 10 ആണ്. നമുക്കിത് അലിഗേഷൻ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ചെയറിൻ്റെ പ്രോഫിറ്റ് നമുക്കറിയണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ടേബിളിൻ്റെയും ഈ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ ആണ്. ടേബിളിൻ്റെയും ചെയറിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ എത്രയാണ്? ഇവിടെ നോക്കി, ടേബിള്, ഇവിടെ ചെയർ, ഇവിടെ 10,000, ഇവിടെ 5,000. എത്ര കിട്ടും? 2:1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് 2:1 ആണ്. 2:1 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ 10 - 8 എത്ര കിട്ടുക? 2 അല്ലേ? 10 - 8 2. ഇനി ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ ഈ 1:2 എന്ന് വരാൻ വേണ്ടി എന്താവണം? ഇവിടെ 1ൻ്റെ സ്ഥാനത്താണ് 2 അല്ലേ? 1ൻ്റെ സ്ഥാനത്താണ് 2. അപ്പോൾ 2ൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് വന്നം? ഇവിടെ 4 വന്നം. കണ്ടാ, എന്നാലല്ലേ 1:2 ആവുള്ളൂ. അപ്പോൾ ഇവിടെ 4 വന്നെങ്കിൽ ഇവിടെ എത്ര വന്നം? 6 അല്ല 14 ആണ്. കാരണം എന്താ? ഇവിടെ ഇതിൽ നിന്നല്ലേ കുറച്ച് 10 - 8. രണ്ടാമത്തെ കേസിൽ ഇവിടെ നിന്നാണ് കുറയ്ക്കേണ്ട. 14 - 10 4. ഓക്കെ, അപ്പോൾ 14% ഉത്തരം. ഓക്കെ, 14% കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ കൺവെൻഷനലായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എടുക്കുക. ടേബിള് 10,000, ചെയർ എത്ര? 5,000. ടോട്ടൽ എത്രയായി? 15,000. ഓക്കെ, ടോട്ടൽ 15,000. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 10%. എത്ര കിട്ടും? 15,000ൻ്റെ 10% 1,500 ആണ്. ഓക്കെ,
1500 ഇതിനോട്ട് കൂട്ടിയാൽ 16500 ടോട്ടൽ കിട്ടുക അല്ലേ. ഇനി ടേബിളിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 10000. ടേബിളിൻ്റെ കോസ്റ്റ് പ്രൈസ് 10000. അതെത്രയാണ്? 8% ലാഭത്തിനാണ് വിൽക്കുന്നത്. അപ്പോൾ എത്രയാണ്? 800. ഓക്കെ, 800 രൂപ ലാഭം കിട്ടി. അപ്പോൾ ആ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 10000 + 800 10800. ഓക്കെ, അപ്പോൾ 10800. അത് ഇതിന്ന് കുറയ്ക്കാം. 10800. അപ്പോൾ എത്ര കിട്ടും? 007 എത്രയാണ്? 5700. ഓക്കെ, അപ്പോൾ ബാക്കി ടേബിൾ വിറ്റത് 10800 രൂപയ്ക്ക്. മൊത്തം നമുക്ക് 16500 വിൽക്കണം. അങ്ങനെയാണെങ്കിൽ ചെയർ എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത്? 5700 രൂപയ്ക്കാണ് ചെയർ വിൽക്കേണ്ടത്. ചെയറിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 5000 അല്ലേ. അപ്പോൾ ഇത് സെല്ലിംഗ് പ്രൈസ്. ചെയറിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര? 5000. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? 700 അല്ലേ. 700 രൂപ കൂട്ടി വിൽക്കണം. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? പ്രോഫിറ്റ് 700 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 5000 × 100. ഓക്കെ, 2 0 വെട്ടി 1 0 വെട്ടി 70/5. 70/5 എന്ന് പറഞ്ഞാൽ 14%. ഓക്കെ, 14% കറക്റ്റ് ആൻസർ. ഇങ്ങനെ ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മാക്സിമം ഏരിയ ഓഫ് സർക്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 8 cm. അപ്പോൾ മാക്സിമം ഏരിയ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് സെമി സർക്കിൾ. ഓക്കെ, മാക്സിമം. അപ്പോൾ ഇതിലിരിക്കാൻ പറ്റുന്ന സർക്കിൾ എങ്ങനെയാണ്? മാക്സിമം ഇത്ര വരുള്ളൂ അല്ലേ, എന്തൊക്കെ വന്നാലും. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഈ സർക്കിളിൻ്റെ ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സെമി സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സെമി സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 8. അപ്പോൾ ഈ പുതിയ സർക്കിളിൻ്റെ ഡയമീറ്റർ ഇപ്പോൾ D ആണെന്ന് വിചാരിക്കുക. അപ്പോൾ D = 8 ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ R എത്രയാണ്? R 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ πr² എത്രയാണ്? 16π. ഇതാണ് ഏരിയ. ഓക്കെ, 16π ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സർക്കിൾ 2 chords AB and CD are on opposite side of the center. If AB is equal to 6 cm and distance between the chords is 7 cm, then find the length of chord CB if the radius of the circle is 5 cm. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ മെയിനായിട്ടും ആ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒരു കോഡിലേക്കൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ആ കോഡിന് ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്യും. ആ ലൈൻ എന്ന് പറയുന്നത് കോഡിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഫിഗർ വരയ്ക്കാം. ഒരു സർക്കിള് തന്നിട്ടുണ്ട്. ഇതാണ് സെൻറ്റർ എന്ന് വിചാരിക്കുക, O. ഇനി AB and CD ആർ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദി സെൻറ്റർ ആണ്. അപ്പോൾ ഇവിടെ AB ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? CD ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡിലാണ് AB CD. ഓക്കെ, ഇനി ഇഫ് AB is equal to 6 cm. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇത് M ആണെന്ന് വിചാരിക്കുക, ഇത് E ആണെന്ന് വിചാരിക്കുക. ഇതെന്താണ്? പെർപെൻഡിക്കുലർ ആയിരിക്കും, ഈക്വലായിട്ട് ബൈസെക്റ്റും ചെയ്യും. അപ്പോൾ AB 6 എന്ന് പറഞ്ഞാൽ AM 3 MB 3. ഓക്കെ ആണല്ലോ. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോഡ്സ് ഈസ് 7 cm. അതായത് ME 7 cm തന്നിട്ടുണ്ട്. നമുക്ക് മാർക്ക് ചെയ്യാം. റേഡിയസ് 5 തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഇത് റേഡിയസ് ആണല്ലോ. OA റേഡിയസ് ആണ്, OC റേഡിയസ് ആണ്. അപ്പോൾ OA എത്രയാണ്? 5. 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ട്രിപ്ലറ്റ് ആണ്. 3 5 ഇതെത്രയാണ്? 4. MO എത്ര കിട്ടി? 4 കിട്ടി. അപ്പോൾ OE എത്രയായിരിക്കും? 3 ആയിരിക്കും. കാരണം എന്താ? ME = 7 എന്ന് തന്നിട്ടുണ്ട്. ME 7 ആണ്. അപ്പോൾ MO 4 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും. അപ്പോൾ ഇത് നോക്കിയേ, റേഡിയസ് 5 ആണ്, 5 3. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? CE 4 ആണെങ്കിൽ CD എത്രയാണ്? 4ൻ്റെ ഡബിൾ ആയിരിക്കും. എത്രയാ? 8. അപ്പോൾ 8 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കോഡ് CB അല്ല CD ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കോഡ് CD. അപ്പോൾ CE 4 ആണെങ്കിൽ CD എത്ര ആയിരിക്കും? 8 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 8 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹248.30, the gain is 20% more than the loss incurred on selling it for ₹212.
ഇഫ് ദ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഫോർ ₹251.35 ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? അതായത് ഒരു ആർട്ടിക്കിൾ സെല്ല് ചെയ്തു 248.30, അതായത് 248.30 ആർട്ടിക്കിൾ സെല്ല് ചെയ്തു. ആ സെല്ല് ചെയ്തപ്പോൾ എന്താണ് ഉണ്ടായത്? പ്രോഫിറ്റാണ് ഉണ്ടായത്. ഓക്കെ, ആ സെല്ല് ചെയ്തപ്പോൾ പ്രോഫിറ്റാണ് ഉണ്ടായത്. ഇനി ആ സെയിം ആർട്ടിക്കിൾ 212 രൂപയ്ക്കാണ് വിറ്റിരുന്നെങ്കിൽ, അതായത് 212 റുപ്പീസിനാണ് വിറ്റിരുന്നെങ്കിൽ അവിടെ ഒരു ലോസ് ഉണ്ടായേനെ. അപ്പോൾ നമുക്കിപ്പോൾ കറൻ്റ്ലി കിട്ടിയ ഗെയിൻ, അതായത് ഈ ഗെയിൻ ഈ ലോസിനേക്കാളും 20% കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം ഒരു കോസ്റ്റ് പ്രൈസ് ഉണ്ട്. ആദ്യം 212 രൂപയ്ക്ക് വിറ്റപ്പോൾ ലോസായി. ആ സെയിം സാധനം തന്നെ 248.30 രൂപയ്ക്ക്, അതായത് 248.30 റുപ്പീസിന് വിറ്റപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായി. അപ്പോൾ ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായ ലോസിനേക്കാളും 20% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 251.35 റുപ്പീസിനാണ് വിറ്റിരുന്നെങ്കിൽ എത്രയാണ് പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ പ്രോഫിറ്റ് നോക്കാം. ആദ്യത്തെ കേസിലെ പ്രോഫിറ്റ് എത്രയാണ്? SP മൈനസ് CP ആണ് പ്രോഫിറ്റ്. ഇവിടെ SP എത്രയാണ്? 248.30 മൈനസ് CP. ഇത് പ്രോഫിറ്റ് ആണല്ലോ അല്ലേ? SP മൈനസ് CP ഇതാ പ്രോഫിറ്റ് ആണല്ലോ. ഈ പ്രോഫിറ്റ് ആ ലോസിനേക്കാളും 20% കൂടുതലാണ്. അപ്പോൾ 20% കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 120/100. ഓക്കെ, 120/100. ഇതെന്തായിരിക്കും? 120/100 ലോസ് ആയിരിക്കും അല്ലേ? അപ്പോൾ അവിടെ ലോസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ലോസ് എന്ന് പറയുന്നത് CP മൈനസ് SP ആണ്. CP മൈനസ് SP എത്രയാണ്? 212. ഓക്കെ, ഇതാണ് കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ CP കണ്ടുപിടിക്കുക. 100 ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ എത്രയായി? 24830 മൈനസ് 100 CP ഈസ് ഈക്വൽ ടു 120 CP മൈനസ് 120 ഇൻറ്റു 212. 212 ഇൻറ്റു 12 ചെയ്ത് നോക്കുക. 212 ഇൻറ്റു 12 എത്ര കിട്ടി? 424, 212, 2544. ഓക്കെ, എത്ര കിട്ടി? 25440. 25440 മൈനസ് 100 ആണ് അങ്ങോട്ട് പോകുമ്പോൾ 220 CP ഈസ് ഈക്വൽ ടു മൈനസ് 25440 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. ഇപ്പോൾ രണ്ട് ആഡ് ചെയ്യുക. 25440 പ്ലസ് 24830 0712 05 50270. ഇതിന് CP കണ്ടുപിടിക്കുക. 00 ക്യാൻസൽ ചെയ്യാം, 11 വെച്ച് ക്യാൻസൽ ചെയ്യാം. 2 4 5 7 457. ഓക്കെ, അപ്പോൾ CP എന്ന് പറയുന്നത് 457/2. CP ഈക്വൽ ടു 457/2 എത്ര കിട്ടി? 228.5. ഓക്കെ, CP എന്ന് പറയുന്നത് 228.5. ഓക്കെ ആണല്ലോ. ആ, ഇനി നമുക്ക് കറണ്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് നോക്കാം. അപ്പോൾ CP എന്ന് പറയുന്നത് 228.5. പുതിയ SP എത്രയാണ്? പുതിയ SP സെല്ലിംഗ് പ്രൈസ് 251.35. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. പ്രോഫിറ്റ് എത്രയാണ്? SP മൈനസ് CP. അപ്പോൾ 251.35 മൈനസ് 228.5 എത്ര കിട്ടി? 5. ഇവിടെ 13 മൈനസ് 5 8. ഇവിടെ 10. ഇവിടെ 2. ഇവിടെ എത്രയാണ്? 4. ഓക്കെ, ഇവിടെ 4 മൈനസ് 2 22.85 ആണ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 22.85 ഡിവൈഡഡ് ബൈ 228.5 ഇൻറ്റു 100. ഇത് രണ്ട് സെയിം നമ്പറാണ് അല്ലേ? ഒരു ഡെസിമൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ് ഉത്തരം? 10%. 10% പുതിയ പ്രോഫിറ്റ്. ഓക്കെ ആണല്ലോ. ഇനി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു മെത്തേഡ്, നോക്കിയേ. ഇവിടെ ആദ്യത്തെ SP എത്രയാണ്? 212. CP ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ്? ലോസാണ്.
ഓക്കെ, ഇവിടെ ലോസാണ്, ഇത്രയെങ്കിലും ആവട്ടെ ലോസ്. ഇനി ഇവിടെ അടുത്ത അടുത്ത എസ് പി എത്രയാണ്? അടുത്ത എസ് പി 248.30, 248.30, ഇതാണ് അടുത്ത എസ് പി. അപ്പോൾ അവിടെ എന്താണ്? അവിടെ പ്രോഫിറ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ പി എന്ന് എഴുതി. ഓക്കെ, ഇവിടെ പ്രോഫിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? ഈ ഗെയിൻ എന്ന് പറയുന്നത് ഈ ലോസിനേക്കാളും 20% കൂടുതലാണ്. അപ്പോൾ അതിനർത്ഥം ഇവിടെ നമുക്ക് റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 5 ആണെങ്കിൽ, ഇപ്പോൾ 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 6 ആയിരിക്കും. കാരണം 5ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇങ്ങനെ എടുത്താൽ മതി. 20% 1/5. അപ്പോൾ ഇത് 5 ആണെങ്കിൽ 1 ഇൻക്രീസ് ചെയ്ത് 6. 20% കൂടുതൽ എന്ന് പറഞ്ഞാൽ 6. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ ലോസിൻ്റെ യൂണിറ്റ് 5 ആണ്, ഇവിടെ പ്രോഫിറ്റിൻ്റെ യൂണിറ്റ് 6 ആണ്. അപ്പോൾ ഈ 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോസ് അല്ലേ? അപ്പോൾ CP മൈനസ് 212 ആയിരിക്കും ഈ 5 യൂണിറ്റ്. ഇനി അവിടെ ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 248.30 മൈനസ് CP ആയിരിക്കും ഈ 6 യൂണിറ്റ് ആണല്ലോ. ഇത് ഉത്തരമല്ല, റേഷ്യോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 5x 6x എന്ന് കിടക്കില്ലേ? അതേപോലെ ഇവിടെ നോക്കിയേ, ഇപ്പം നിങ്ങൾ x തന്നെ എടുത്തോ. ഓക്കെ, 5x 6x. ഞാൻ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ഇവിടെ നോക്കിയേ, ഇവിടെ ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ് എടുത്തു 212, നടുക്കാണ് കോസ്റ്റ് പ്രൈസ്. ഇനി അടുത്ത സെല്ലിംഗ് പ്രൈസ് 248.30. ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ്, ഇവിടെ നമുക്ക് കിട്ടുന്ന ലോസാണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ലോസിനേക്കാളും 20% കൂടുതലാണ്. അപ്പോൾ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 6 ആയിരിക്കും. അപ്പോൾ 5x 6x അങ്ങനെ എടുത്തു. ഇനി ഈ ലോസ് എന്ന് പറയുന്നത് CP മൈനസ് SP അല്ലേ? അപ്പോൾ CP മൈനസ് SP. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് SP മൈനസ് CP അല്ലേ? അപ്പോൾ SP മൈനസ് CP. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുക. ഇത് രണ്ടും ആഡ് ചെയ്താൽ CP പോകും. കണ്ടോ, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഇതെന്ത് വരും? ഇത് രണ്ടും മൈനസ് വരും, ഇത് രണ്ടും പ്ലസ് വരും. അപ്പോൾ 11x ഈക്വൽ ടു ഇത് രണ്ടും മൈനസ്, ഇത് രണ്ടും എന്താവും? 248.30 മൈനസ് 212 എത്രയാണത്? 36.3. ഓക്കെ, 11x ഈക്വൽ ടു 36.3. അപ്പോൾ x ഈക്വൽ ടു എത്രയാണ്? 36.3 ഡിവൈഡഡ് ബൈ 11 എത്രയാണത്? 3.3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3.3. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി CP കാണാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ 5x കണ്ടുപിടിച്ചിട്ട് ഇവിടെ നിന്ന് എത്രയാ? ഇവിടുന്ന് ആഡ് ചെയ്യുക അല്ലേ? ലോസ് ആഡ് ചെയ്താൽ കോസ്റ്റ് പ്രൈസ് കിട്ടും. അല്ലെങ്കിൽ 6x കണ്ടുപിടിച്ചിട്ട് ഇവിടെ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ എളുപ്പം ഇതാണ്. 5x കാണുക. അപ്പോൾ x 3.3 ആണ്. 5x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16.5 ആണ്. ഓക്കെ, 16.5 ആണ്. അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 212 പ്ലസ് 5x ആയിരിക്കും. 5x ആഡ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര കിട്ടി? കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 212 പ്ലസ് 5x എത്രയാണത്? 228.5. 212 പ്ലസ് 16.5 എത്ര? 228.5. ഓക്കെ, ബാക്കിയെല്ലാം ഇനി പഴയ പോലെ തന്നെ. അപ്പോൾ നമുക്ക് CP കിട്ടി. പുതിയ SP 251.35 ആണ്. മൈനസ് ചെയ്യുക, 22.85 എന്ന് കിട്ടും. അത് 10% ഓക്കെ, അപ്പോൾ ഉത്തരം 10%. മനസ്സിലായല്ലോ ഇത്? അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് കൺവെൻഷനലായിട്ട്, ഒന്ന് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A can complete a piece of work in 15 days. B is 25% more efficient than A. A and B start the work together and leave after 4 days. If remaining work is completed by C in 8 days, then how much time will C take to complete 2/5 work alone? Okay. അപ്പോൾ A 15 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നു. എഫിഷ്യൻസി എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ബിയുടെ എഫിഷ്യൻസി എനേക്കാളും 25% കൂടുതലാണ്. ഇനി A ആൻഡ് B സ്റ്റാർട്ട് ദ വർക്ക് ടുഗദർ ആൻഡ് ലീവ് ആഫ്റ്റർ 4 days. അതായത് 4 ദിവസം വരെ അവർ രണ്ടുപേരും പണിയെടുത്തു. അത് കഴിഞ്ഞിട്ട് റിമൈനിങ് വർക്ക് ആരാ ചെയ്തത്? C ആണ് 8 ദിവസം കൊണ്ട്.
അങ്ങനെയാണെങ്കിൽ സി ടോട്ടൽ വർക്കിൻ്റെ 2/5 വർക്ക് എപ്പോൾ ചെയ്യും, എങ്ങനെ, എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം എ ബി. അപ്പോൾ എ ഇവിടെ ദിവസം 15 തന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 60 ടോട്ടൽ വർക്ക്. ഇപ്പോൾ 15ൻ്റെ മൾട്ടിപ്പിളാണ് 60, 30 എടുക്കാം, 60 കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ടോട്ടൽ വർക്ക് 60 നിർത്തും. നമ്മളെപ്പോഴും LCM ആണ് വർക്കായിട്ട് എടുക്കുക. അപ്പോൾ ടോട്ടൽ വർക്ക് 60, ടോട്ടൽ വർക്ക് 60 എടുത്തു. ഇനി എഫിഷ്യൻസി എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ബി ഈസ് 25% മോർ എഫിഷ്യൻറ്റ് ദാൻ എ. അപ്പോൾ 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ എ 4 ആണെങ്കിൽ ബി എത്ര ആയിരിക്കും, 5 ആയിരിക്കും. ഓക്കെ, എ 4 ആണെങ്കിൽ ബി എത്ര ആയിരിക്കും, 5 ആയിരിക്കും. ഇനി രണ്ടുപേരും കൂടി 4 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ എത്ര വർക്ക് പോയി, രണ്ടുപേരും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരുടെ എഫിഷ്യൻസി എടുക്കുക, എത്രയാണ്, 5 + 4 9. ഇവർ എത്ര ദിവസം വർക്ക് ചെയ്തു, 4 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ എത്ര വർക്കായി, 9 × 4 36. 36 വർക്ക് ഇവർ ചെയ്തു. 60-ൽ 36 വർക്ക് ഇവർ ചെയ്തു. ബാക്കി എത്ര വർക്കാ, 24 വർക്കുണ്ട്. റിമൈനിങ് വർക്ക് 24 ആണ്. ആ 24 വർക്ക് ആരാ ചെയ്തത്, സി ആണ് ചെയ്തത് അല്ലേ. എത്ര ദിവസം കൊണ്ട്, 8 ദിവസം കൊണ്ട്. അപ്പോൾ സിയുടെ എഫിഷ്യൻസി എത്രയാണ്, 24/8. എത്ര കിട്ടി, 3. അപ്പോൾ സിയുടെ എഫിഷ്യൻസി 3. ഓക്കെ, സി ഫോർമുല ഇതാണ്, വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. ഓക്കെ, വർക്ക് ബൈ ടൈം ചെയ്താൽ എഫിഷ്യൻസി കിട്ടും, വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ ടൈം കിട്ടും. ഓക്കെ, വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ്. ഇതാണ് ബേസിക് ഫോർമുല. ഓക്കെ ആണല്ലോ. അപ്പോൾ സിയുടെ എഫിഷ്യൻസി എത്ര കിട്ടി, 3. അപ്പോൾ കഴിഞ്ഞു. ഇനി ടോട്ടൽ വർക്ക് എത്രയാണ്, 60. അതിൻ്റെ എത്ര വർക്കാണ് സി ചെയ്യേണ്ടത്, 2/5. ഓക്കെ, 2/5 വർക്കാണ് സി ചെയ്യേണ്ടത്. ഇനി സി ആണ് ചെയ്യേണ്ടത്. അപ്പോൾ സിയുടെ എഫിഷ്യൻസി കൊണ്ട് ഹരിക്കുക. സിയുടെ എഫിഷ്യൻസി എത്രയാണ്, 3. ഓക്കെ, 3 × 15, 3 × 5 15, 15 × 4 ആണ് 60, 4 × 2 8. അപ്പോൾ 8 ഡേയ്സ് കൊണ്ട് സി 2/5 വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ 8 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 3 cos² θ മൈനസ് 4 sin θ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0, ഫൈൻഡ് sec θ പ്ലസ് tan θ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സ്ക്വയർ ഇല്ലാത്ത സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും എളുപ്പം. ആദ്യത്തെ നമ്മൾ ട്രയൽ ആൻഡ് എററൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ നമുക്കിത് ഓപ്ഷൻ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നോക്കിയാൽ ഇവിടെ cos² ആണ്, ഇവിടെ സൈനാണ്, സൈൻ തീറ്റയാണ്. ഓക്കെ, ഇവിടെ cos² ആണ്, ഇവിടെ സൈനാണ്. ഓക്കെ, അപ്പോൾ കോസിൻ്റെ അവിടെ സ്ക്വയർ ഉണ്ട്, സൈൻ്റെ അവിടെ സ്ക്വയർ ഇല്ല. അപ്പോൾ സൈൻ, അതായത് സൈൻ, അപ്പോൾ സൈൻ്റെ അവിടെ എന്താ, ഇറാഷണൽ, അതായത് റൂട്ട് വാല്യൂസ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരാത്ത വാല്യൂ ഏതാ, 1/2. ഓക്കെ, അപ്പോൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് 30 ഡിഗ്രി ഒന്ന് ഇട്ട് നോക്കാം, കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, 3 × 30 cos 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. √3/2 ദ ഹോൾ സ്ക്വയർ കണ്ടോ. അപ്പോൾ ഈ റൂട്ട് അങ്ങോട്ട് പോയി കിട്ടും, മൈനസ്, എന്നാലാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുക. -4 × sin 30 എത്ര, 1/2 പ്ലസ് 1. ഇത് 0 ഇട്ടൊന്ന് നോക്കാം. 3 × √3/2 എത്രയാണ്, 9/4 മൈനസ് 4 × 1/2 എത്രയാണ്, -2 പ്ലസ് 1. ഓക്കെ, 4 × 1/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. -2 പ്ലസ് 1 എത്രയാണ്, -1. അപ്പോൾ 9/4 -1 ഇതെന്തായാലും 0 വരില്ല. ഓക്കെ, അപ്പോൾ 30 വരില്ലെങ്കിൽ വേറെ ഒരു ഡിഗ്രിയും വരില്ല. കാരണം എന്താണ്, കാരണം ഇവിടെ ഈ സൈൻ 60 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ √3/2 വരും, ഇവിടെ റൂട്ട് പോവുകയും ചെയ്യും, ഇവിടെ എന്താ 0 വരികയില്ല. ഓക്കെ, അപ്പോൾ 30 വന്നില്ലെങ്കിൽ വേറെ ഒരു വാല്യൂ വരില്ല. ഇപ്പോൾ 90 അല്ലെങ്കിൽ 0 ഇട്ട് കൊടുത്താലും 0 കിട്ടില്ല. ഓക്കെ, കാരണം ഇവിടെ കോഎഫിഷ്യൻ്റ് ഒക്കെ ഉണ്ട്, ഇവിടെ 3 ഇവിടെ 4 ഒക്കെയാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യും, കൺവെൻഷനലായിട്ട് തന്നെ ചെയ്യും, വേറെ വഴിയില്ല. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടക്കില്ല, മനസ്സിലായല്ലോ. ഇനി കൺവെൻഷനലായിട്ട് എങ്ങനെ ചെയ്യും, നമുക്കറിയാം cos² θ 1 - sin² θ ആണ്. അപ്പോൾ 3 × 1 - sin² θ പ്ലസ്, അല്ല പ്ലസ് അല്ലല്ലോ, മൈനസ് അല്ലേ, -4 sin θ പ്ലസ് 1 = 0. അപ്പോൾ 3 - 3 sin² θ -4 sin θ
പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് എന്താ അങ്ങോട്ട് കൊണ്ടുപോവുക. 3 സൈൻ സ്ക്വയർ തീറ്റ, ഈ സൈൻ തീറ്റയ്ക്ക് എക്സ് എന്നിട്ട് കൊടുക്കുക. സൈൻ തീറ്റയ്ക്ക് എക്സ് എന്നിട്ട് കൊടുത്താൽ എന്ത് കിട്ടും? ഇവിടെ നോക്കിയാൽ 3 + 1 ഇവിടെ 4 ഓൾറെഡി ആയി. ഈ -3 അങ്ങോട്ട് പോയാൽ 3x². സൈൻ തീറ്റ എക്സ് ആണ് കേട്ടോ. എക്സ് നിട്ടു x². ഇനി ഈ -4x ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും, പ്ലസ് 4x. ഇനി 3 + 1 4 ആണ്, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ -4 ആവും. അപ്പോൾ നോക്കിയാൽ ഇത് ഇനി എന്ത് ഏതോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി ഇത് സോൾവ് ചെയ്യുക. എങ്ങനെയും മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുക. 3x² പ്ലസ് 6x - 2x - 4 ഈക്വൽ ടു 0. ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നോക്കിയേ, ഈ രണ്ട് നമ്പർ എടുക്കുക, 6 - 2. 6 - 2 ചെയ്താൽ നടുക്കത്തെ ടേം കിട്ടണം, +4. 6 × -2 ചെയ്താൽ ഈ രണ്ട് ടേം എക്സ്ട്രീംസിലെ ടേം, അതായത് ഇത് സിയും ഇത് എ ആണെങ്കിൽ -4 × 3 എത്രയാണ്? -12. ഇത് ഇൻറ്റു ചെയ്താൽ -12 കിട്ടണം. 6 × -2 -12 ആണ്. കണ്ടോ? -4 × 3 -12. ഓക്കെ. ഇനി ഇവിടുന്ന് കോമൺ എടുക്കുക. 3x ആണ് കോമൺ, അപ്പോൾ എന്താ കിട്ടി? x + 2 മൈനസ് ഇവിടെ 2 ആണ് കോമൺ, -2 പുറത്തെടുക്കുക, അപ്പോൾ എന്ത് കിട്ടി? x + 2 ഈക്വൽ ടു 0. ഇനി ഇവിടെ x + 2 ആണ് കോമൺ, അത് കോമൺ ആയിട്ട് എടുത്താലോ എന്ത് കിട്ടും? ലാസ്റ്റ് x + 2 × 3x - 2 ഈക്വൽ ടു 0. ഓക്കെ, x + 2 × 3x - 2 ഈക്വൽ ടു 0. അപ്പോൾ ഒന്നില്ലെങ്കിൽ x ഈക്വൽ ടു -2 അല്ലെങ്കിൽ x ഈക്വൽ ടു 2/3. ഓക്കെ, അപ്പം -2 എടുക്കാൻ പറ്റില്ല, x ഈക്വൽ ടു 2/3 എടുക്കുക. അതായത് x എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ. സൈൻ തീറ്റയുടെ വാല്യൂ 2/3. ഇനി ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടെ തീറ്റ മാർക്ക് ചെയ്യുക. സൈൻ തീറ്റ ഈക്വൽ ടു 2/3 എന്ന് കിട്ടി. സോ സൈൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് 2, ഹൈപ്പോട്ടന്യൂസ് 3. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഇത് സ്ക്വയർ അല്ലേ? പൈതഗോറസ് തിയറം. 9 - 4 5, റൂട്ട് എടുത്താൽ √5. അപ്പോൾ ഈ സൈഡ് √5 എന്ന് കിട്ടി. ഇനി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻ്റ് ആണ്, 3/√5 പ്ലസ് ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് 2/√5. സി എവിടെ LCM, അതായത് ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ രണ്ടും വെറുതെ ആഡ് ചെയ്യുക. 3 + 2 5, 5 /√5. 5 /√5 എന്ന് പറഞ്ഞാൽ √5 ആണ്. ഓക്കെ, അപ്പോൾ √5 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ സാധാരണ ഇപ്രാവശ്യം ഇവന്മാർ, അതായത് SSCക്കാർ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുന്ന വാല്യൂ അല്ല ആ ഇക്വേഷനല്ല തന്നിരിക്കുന്നത് അല്ലേ? ക്വാഡ്രാറ്റിക് വെച്ചിട്ട് നമ്മൾ ആ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ട്രയാങ്കിൾ വെച്ചിട്ട് ബാക്കിയുള്ള സാധനം കണ്ടുപിടിക്കുക, ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും നാൾ ഇവർ ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുമായിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സ്ക്വയർ ഇല്ലാത്ത ആർക്കാന്ന് നോക്കുക, അവരുടെ ഇൻറ്റിജർ, അതായത് റൂട്ടില്ലാത്ത വാല്യൂസ് എഴുതുക. ഇവിടെ കോസ്, ഇവിടെ സൈൻ സ്ക്വയറും ഇവിടെ കോസും ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, കാരണം കോസ് 60 1/2 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. In a cone, the diameter of base is 8.4 meter and height is 1.75 meter. Find the curved surface area. Okay. ഇതാണ് കോൺ. ഇവിടെ നോക്കിയാൽ ഇത് റേഡിയസ് ആണ്. ഡയമീറ്റർ 8.4 എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ റേഡിയസ് എത്രയാണ്? 4.2. ഹൈറ്റ് ഇതാണ് ഹൈറ്റ് 1.75 എന്ന് തന്നിട്ടുണ്ട്. സി ഇത് നോക്കുകയാണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയല്ലോ. ചോദിച്ചിരിക്കുന്ന കർവ്ഡ് സർഫസ് ഏരിയ ആണ്. ഒരു കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ്? CSA = πRL. ഈ L എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ലാൻ ഹൈറ്റ് എന്ന് പറയും. L സ്ലാൻ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ L കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് πRL കണ്ടുപിടിക്കുക, അതാണ് CSA. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 4.2, അവിടെ 1.75. അതിൻ്റെയൊക്കെ സ്ക്വയർ എടുത്ത് റൂട്ട് എടുക്കുമ്പോഴേക്കും കുറേ ടൈം പോകും. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, പക്ഷേ എന്താണ്? കാൽക്കുലേറ്റീവ് ആണ്. ഇവിടെയാണ് നമ്മൾ ടൈം എല്ലാം പോകുന്നത്.
അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം? ശ്രദ്ധിച്ചിരിക്കുക. ഹൈറ്റ് 1.75, ഹൈറ്റ് 1.75, റേഡിയസ് 4.2, ഹൈപ്പോട്ടന്യൂസും ആണ്. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ നോക്കിയേ, 3, 4, 5 ഒരു സാധാരണ ട്രിപ്ലറ്റ് അല്ലേ. ഞാനിവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയും 2 മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 2 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. എന്നാലാണ് അലോ സാറ്റിസ്ഫൈ ആവുള്ളൂ. അപ്പോൾ എന്ത് കിട്ടി? പുതിയ ട്രിപ്ലറ്റ് 6, 8, 10. ഇവിടെ മാത്രം 2 മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിലോ 3 × 2 6, 4, 5 ഒരിക്കലും നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്യുന്നത് അത് തന്നെ എല്ലാ സൈഡിലും ചെയ്യണം. അപ്പോൾ ഇവിടെ 2 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാ സൈഡിലും 2 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നോക്കിയേ, 6, 8, 10 ഇത് മറ്റൊരു ട്രിപ്ലറ്റായി. ഇനി ഇവിടെയും 2 ഇനിയും 2 മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. മനസ്സിലായല്ലോ? അപ്പോൾ 12 എത്ര? 12, 16, 20. 12, 16, 20 മറ്റൊരു ട്രിപ്ലറ്റായി. ഇനി എനിക്കിവിടെ 3, 4, 5 ആക്കണം. അപ്പോൾ നോക്കിയേ, ഞാൻ എന്തൊക്കെ 3, 4, 5 ന്ന് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്തു? 3, 4, 5 ന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. 3, 4, 5 ന്ന് എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തു? ഇവിടെ 12 വന്നു, ഇവിടെ 16 വന്നു, ഇവിടെ 20 വന്നു. അപ്പോൾ എന്താണ്? ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എനിക്ക് പഴയ പോലെ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എല്ലാത്തിൽ നിന്നും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കണ്ടോ? അപ്പോൾ എന്ത് കിട്ടും? 2 × 6, 12 ഡിവൈഡ് ബൈ 4, 3. ഇവിടെ 4 ഔട്ട് ഓഫ് 5. ഓക്കെ. അപ്പോൾ അത് തന്നെ ഇവിടെയും ട്രൈ ചെയ്യാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഈ 1.75 മാറ്റാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ. അതായത് ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ആദ്യം നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വന്നു? ഇവിടെ 175 വന്നു, ഇവിടെ 420 വന്നു. ഓക്കെ ആണല്ലോ? ഇനി 175, 420 ചെറുതാക്കാൻ പറ്റുമോ? 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കുക, ആദ്യം ഇവിടെ ഞാൻ എഴുതുകയാണ്, 100 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക, ബൈ 5 ബൈ 5. ഇത് എത്ര കിട്ടി? 35. ഇത് എത്ര കിട്ടി? 84. ഓക്കെ. അപ്പോൾ 5 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇത് 35 എന്ന് കിട്ടി. ഇത് എത്ര കിട്ടി? 84 എന്ന് കിട്ടി. ഒന്നും കൂടി ചെറുതാക്കാൻ പറ്റുമോ? 35ഉം 84ഉം 7 വെച്ച് കട്ട് ചെയ്യാം അല്ലേ. ഓക്കെ. 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? 7 വെച്ച് ഡിവൈഡ് ചെയ്തു. 35 ബൈ 7 എത്രയാണ്? 84 ബൈ 7 എത്രയാണ്? 35 ബൈ 7 5. 84 ബൈ 7 12. ഉണ്ടോ? ഇപ്പോൾ എളുപ്പമായല്ലോ. 5, 12 ഇവിടെ എന്താ കിട്ടുക? 13. ഓക്കെ. 5, 12, 13. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. 2 തവണ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതെന്താ? ഒറ്റയടിക്ക് ആക്കാം, അതായത് ഡിവൈഡഡ് ബൈ 35 എന്ന് ആക്കാം അല്ലേ. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഹൈറ്റ് ഇവിടെ 1.75 ആണ്, റേഡിയസ് 4.2 ആണ്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 35 കൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 35 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 35 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 175 ബൈ 35 എത്രയാണ്? 5. 420 ഡിവൈഡഡ് ബൈ 35 എത്രയാണ്? 12. 5, 12, 13. ഓക്കെ. അപ്പോൾ ഇവിടെ 13 കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? 100 ബൈ 35 ഇൻറ്റു 100 ബൈ 35 ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇവിടെയും 100 ബൈ 35 ഇൻറ്റു ചെയ്തു, ഇവിടെയും 100 ബൈ 35 ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇവിടെയും 100 ബൈ 35 ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് 13 കിട്ടിയത് അല്ലേ. അപ്പോൾ ശരിക്കുള്ള നമ്പർ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും? തിരിച്ചെടുക്കുക, ഇൻറ്റു 35 ബൈ 100 ചെയ്യുക, ഇൻറ്റു 35 ബൈ 100 ചെയ്യുക, ഇൻറ്റു
ഇൻറ്റു 35/100 ചെയ്യാം. കണ്ടോ? ഇപ്പം കിട്ടിയില്ലേ? നിങ്ങൾ നോക്കിയേ, 35 × 5 175 ഡിവൈഡഡ് ബൈ 100 1.75. 12 × 35 എത്രയാണ്? 420 ഡിവൈഡഡ് ബൈ 100 4.2. നമുക്ക് വേണ്ട സാധനം. അപ്പോൾ അതായിരിക്കും ഹൈപ്പോട്ടന്യൂസ്. 13 × 35 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ സ്ലാൻറ്റ് ഹൈറ്റ് കിട്ടി. നിങ്ങൾ എന്ത് ചെയ്യുക? അത് അങ്ങനെ തന്നെ വെക്കുക. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ. ഫോർമുല എന്താ? πRL. അപ്പോൾ പൈ 22/7 ആണ്. R നമുക്കറിയാം 4.2. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 42/10 എന്ന് എഴുതി. ഇൻറ്റു L അങ്ങനെ തന്നെ എഴുതുക. 13 × 35 ഡിവൈഡഡ് ബൈ 100. സോൾവ് ചെയ്യാം. ഓക്കെ, 7 × 5 ആണ് 35. 5 × 2 ആണ് 10. 2 × 21 ആണ് 42. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടി? 22 × 21 × 13 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? ഇവിടെ 2 ആണ്. 2 × 1 2, 2 × 3 6. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ് വരിക. അപ്പോൾ 6 ഏത് ഓപ്ഷൻ? ചിലപ്പോൾ ചില ഓപ്ഷനിൽ, ഇപ്പോൾ 4 ഓപ്ഷനിൽ, നിങ്ങൾക്ക് 4 ഓപ്ഷനിൽ ഉണ്ടാവുക. 4 ഓപ്ഷനിൽ 6 മാത്രമായിരിക്കും ഒരു ഓപ്ഷനായിട്ട് ഉണ്ടാവുക യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ അതങ്ങോട്ട് കുത്തുക. ഓക്കെ, ഇത്രയും ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. അപ്പോൾ എന്നാലും നമുക്ക് ആൻസർ എത്രയും നോക്കാം. 22 × 21. അപ്പോൾ അതിന് വരെ നമുക്ക് എന്ത് ചെയ്യുക? 22 × 21 3 × 7 എന്ന് എഴുതുക. ഇൻറ്റു 13. 7 × 13 91 ആണ്. 22 × 3 66 ആണ്. 91 × 66 ചെയ്യുക. 6 546 546 6 10 60.06 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 60.06 ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. A and B can do a work in 10 days and 15 days respectively. They work 3 days and the remaining work is done in 2 days by A, B and C. If the amount paid to them is 4,500, find the share of C. ഓക്കെ, സിമ്പിളാണ്. എ, ബി, ഒരാളും കൂടി ഉണ്ട്, സി, പിന്നെ A + B + C. ഇങ്ങനെ എഴുതുക. എ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 30 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. ബിയോ 15 ദിവസം. 30 അല്ല 10 അല്ലേ? എ 10 ദിവസം, ബി 15 ദിവസം. അപ്പോൾ 10 15 LCM എത്രയാണ്? 30. അപ്പോൾ നമ്മുടെ വർക്ക് 30 എടുക്കുക. വർക്ക് = 30. അപ്പോൾ എഫിഷ്യൻസി നോക്കിയാൽ എയുടെ എഫിഷ്യൻസി എത്രയാണ്? 3. ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 2. ഇനി എ ആൻഡ് ബി വർക്ക് ഫോർ 3 days. ആരാണ് വർക്ക് ചെയ്തത്? ദേ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ആണ്. അപ്പോൾ എ ആൻഡ് ബി വർക്ക് ഫോർ 3 days. അപ്പോൾ നോക്കിയേ, എയും ബിയും സം എടുക്കുക. രണ്ടും കൂടി ഒരുമിച്ചല്ലേ വർക്ക് ചെയ്തത്. അപ്പോൾ എഫിഷ്യൻസി ടോട്ടൽ 3 + 2 5. 5 ആണ് എഫിഷ്യൻസി. എത്ര ദിവസം വർക്ക് ചെയ്തു? 3 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ എത്രയായി? 15 വർക്കായി. 15 വർക്ക് അവർ ചെയ്തു അല്ലേ? 15 വർക്ക് ചെയ്തു. ടോട്ടൽ വർക്ക് 30 ആണ്. അപ്പോൾ ബാക്കി വർക്ക് എത്രയാണ്? 15. ഈ 15 വർക്ക് ആരൊക്കെയാണ് ചെയ്തത്? എയും ബിയും സിയും കൂടിയാണ് ചെയ്തത്. ബാക്കി 15 വർക്ക് 2 ദിവസം കൊണ്ട് തീർത്തു അല്ലേ? 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അവരുടെ ടോട്ടൽ എഫിഷ്യൻസി എത്ര കിട്ടും? 15/2. എഫിഷ്യൻസിയുടെ ഫോർമുല വർക്ക് ബൈ ടൈം അല്ലേ? 15/2 7.5. അപ്പോൾ അവരുടെ ടോട്ടൽ എഫിഷ്യൻസി 7.5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 3 + 2 5. 5 + 2.5 അല്ലേ 7.5. അപ്പോൾ സിയുടെ എഫിഷ്യൻസി 2.5. ഇനി അപ്പോൾ സിയുടെ ഷെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഫിഷ്യൻസിക്ക് അനുസരിച്ചാണ് ഷെയർ കിട്ടുക. ഈ 4500 എന്ന് പറഞ്ഞാൽ ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസിക്കുള്ള പൈസയാണ് അല്ലേ? ടോട്ടൽ എഫിഷ്യൻസി എത്ര? 7.5. അപ്പോൾ 7.5-നാണ് എത്ര? 4500 രൂപ. അതിൽ സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 2.5. അപ്പോൾ 2.5-ന് എത്ര കിട്ടുമെന്ന് നോക്കുക. 2.5 എളുപ്പമാണല്ലോ. ഇവിടെ 1/3 ചെയ്താൽ പോരെ? ഇൻറ്റു 1/3 ഇവിടെ ഇൻറ്റു 1/3. അപ്പോൾ 7/5 ഡിവൈഡഡ് ബൈ 3 2.5 എത്ര കിട്ടും? 4500 ഡിവൈഡ് ബൈ 3 1500.
ഓക്കെ, അപ്പോൾ 1500 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ സിക്ക് കിട്ടുന്ന ഷെയർ 1500 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് സൈൻ എ പ്ലസ് ബി ബൈ 2 ഈക്വൽ ടു കോസ് 2a മൈനസ് ബി ബൈ 2 ഈക്വൽ ടു 1/2, ഫൈൻഡ് എ ആൻഡ് ബി. സിമ്പിൾ അല്ലേ? സൈൻ എ പ്ലസ് ബി ബൈ 2 ഈക്വൽ ടു 1/2. സൈൻ തീറ്റ ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 30. അപ്പോൾ ഇവിടെ 30 ആയിരിക്കും. അപ്പോൾ എ പ്ലസ് ബി ബൈ 2 എത്രയാ? 30. എ പ്ലസ് ബി എത്ര കിട്ടി? 60. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി 60 നോക്കി നോക്കുക. എ പ്ലസ് ബി 60. അടുത്തത് നോക്കിയേ, കോസ് 2a മൈനസ് ബി ബൈ 2 ഈക്വൽ ടു 1/2 ആണ്. കോസ് 60 ആണ് 1/2, അപ്പോൾ ഈക്വൽ ടു 60. സോറി ഇത് 1/2 അല്ലേ? 1/2 അങ്ങനെ ഇരിക്കട്ടെ. കോസ് 60 ആണല്ലോ 1/2, അപ്പോൾ 2a മൈനസ് ബി ബൈ 2 ഈക്വൽ ടു 60. അപ്പോൾ 2a മൈനസ് ബി ഈക്വൽ ടു എത്ര കിട്ടി? 120. ഓക്കെ, 2a മൈനസ് ബി ഈക്വൽ ടു 120. ഇത് രണ്ട് സോൾവ് ചെയ്യുക. എ പ്ലസ് ബി ഈക്വൽ ടു 60, 2a മൈനസ് ബി ഈക്വൽ ടു 120. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടും? ബിയും ബിയും പോയി കിട്ടും. 3a ഈക്വൽ ടു 180, എ ഈക്വൽ ടു 60. ഓക്കെ, എ 60 ആണ്. അപ്പോൾ എ പ്ലസ് ബി 60 ആവണമെങ്കിൽ നോക്കിയേ, ബി എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എ 60, ബി 0. കണ്ടോ? 2a മൈനസ് ബി, 2a മൈനസ് 0, 2 × 60 120. ഓക്കെ, അപ്പോൾ എ എത്രയാ? 60, ബി എത്രയാ? 0. ചിലപ്പോൾ എയും ബി എന്ന് ചോദിക്കില്ല, 5a മൈനസ് ബി എന്നോ അല്ലെങ്കിൽ 6a മൈനസ് 2b എന്നോ അങ്ങനെ ചോദിക്കാം. അപ്പോൾ എയും ബിയും കണ്ട ബാക്കി ഉത്തരം കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The mark price of an article is rupees 1080. If 16% discount is given, then the profit is 8%. Find the profit percentage if 8% discount is given. അപ്പോൾ ഇത് കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. മാർക്ക് പ്രൈസ് തന്നിട്ടുണ്ട് എത്ര? 1080. 16% ഡിസ്കൗണ്ട് കൊടുത്തു അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? 8% ലാഭം കിട്ടി. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ 1080 മാർക്ക് പ്രൈസ്. ഇതിൽ നിന്നും ഡിസ്കൗണ്ട് എത്രയാ? 16%. അപ്പോൾ ഇപ്പോൾ 100 രൂപയാണ് മാർക്ക് പ്രൈസ് എന്ന് വരിക. നമ്മൾ ഒരു കടയിൽ മേടിക്കാൻ ചെന്നു, അതിൻ്റെ മാർക്ക് പ്രൈസ്, ഒരു സാധനം മേടിക്കാൻ ചെന്നു, മാർക്ക് പ്രൈസ് 100 രൂപയെന്ന് വിചാരിക്കുക. കടക്കാരൻ നമുക്കൊരു ഡിസ്കൗണ്ട് തന്നു, 10% തന്നു വിചാരിക്കുക. അപ്പോൾ 100ൻ്റെ 10% എത്രയാണ്? 10. ആ 100ൽ നിന്ന് 10 കുറയുമല്ലോ. എത്രയാണ് നമുക്ക് കിട്ടുന്ന വില? എത്രയാണ്? 90-നാണ് കിട്ടുന്നത്. ആ 90 എന്താണ്? സെല്ലിംഗ് പ്രൈസാണ്. ഓക്കെ, കടക്കാരൻ്റെ സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള ബാക്കി തുക എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ ബാക്കി തുക 1080 ഇൻറ്റു 16% ഡിസ്കൗണ്ട്. അപ്പോൾ ബാക്കി തുക എന്ന് പറയുന്നത് എന്താണ്? 84/100 ആയിരിക്കും. 1080 ഇൻറ്റു 84/100 ആണ് എന്ത്? ബാക്കി തുക എന്ന് വെച്ചാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇതെന്തായി? സെല്ലിംഗ് പ്രൈസായി. ഇനി അപ്പോൾ ഈ തുകയ്ക്ക് വിൽക്കുമ്പോൾ 8% പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് അല്ലേ? 8% പ്രോഫിറ്റ് കിട്ടുന്നു. അതിൻ്റെ അർത്ഥം എന്താ? 8% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ CP 100 ആണെങ്കിൽ SP എത്ര വരും? 108 വരും. ഓക്കെ, 8% പ്രോഫിറ്റ് എന്ന് പറയുന്നത് CP 100 ആണെങ്കിൽ SP 108 വരും. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇതെന്താണ്? സെല്ലിംഗ് പ്രൈസാണ്. അതായത് 108% ഇത് അല്ലേ? ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിപ്പോൾ എന്താ ചെയ്തത്? മാർക്ക് പ്രൈസ് 1080 ആണ്, ഡിസ്കൗണ്ട് 16% അല്ലേ? അപ്പോൾ ബാക്കി തുക 80, മാർക്ക് പ്രൈസ് ഇൻറ്റു 84/100 സെല്ലിംഗ് പ്രൈസായി. ആ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 108%. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 100%. അപ്പോൾ 100% കണ്ടുപിടിക്കുക. അപ്പോൾ 108% 1080 ഇൻറ്റു 84/100. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1080 ഇൻറ്റു 84/100
ഇനി ഈ 108 താഴെ പോകില്ലേ, 108. ഇനി ഇവിടെ 100 കൊണ്ട് ഗുണിക്കണ്ടേ, ഇൻറ്റു 100 അല്ലേ. ഞാൻ ഒറ്റയടിക്ക് ചെയ്യുന്നുള്ളൂ. 108% ഇത്. 1% എന്ന് പറയുന്നത് 1080 ഡിവൈഡഡ് ബൈ 108 വരും, ഇൻറ്റു 84/100. 100% എന്ന് പറയുന്നത് ഇൻറ്റു 100 വരും. അത് ഞാൻ ഇവിടെ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, ഈ 100 ക്യാൻസൽ ചെയ്തു. 1080 108 ഇത് ക്യാൻസൽ ചെയ്യാലോ, 10 കിട്ടും. 10 × 84 എത്രയാണ്, 840. 840 അപ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര കിട്ടി, 840. ഇനി ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇഫ് 8% ഡിസ്കൗണ്ട് ഇസ് ഗിവൺ. ഡിസ്കൗണ്ട് 8% ആയിരുന്നെങ്കിൽ എത്രയാണ് പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, മാർക്ക് പ്രൈസ് 1080 ആണ്, ഡിസ്കൗണ്ട് 8%. അപ്പോൾ ബാക്കി തുക എത്രയാണ്, 92/100. 0 ക്യാൻസൽ ചെയ്തു. 108 ഡിവൈഡഡ് ബൈ 92 ചെയ്യുക. 108 ഇൻറ്റു 92, 216, 972, 639, 993.6. 993.6 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 840. ഇനി അതിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ 993.6 മൈനസ് 840, 6351. 153.6 ആണ് എന്ത്, നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. 0 ക്യാൻസൽ ചെയ്തു. ഈ 10 ഇങ്ങോട്ട് വരുമ്പോൾ ആ ഡെസിമൽ അങ്ങ് പോകും. അപ്പോൾ 1536 ഡിവൈഡഡ് ബൈ 84. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 1536 ഡിവൈഡഡ് ബൈ 84. 4 വെച്ച് കെട്ടിയാലോ, 384 ഡിവൈഡഡ് ബൈ 21. 3 വെച്ച് കെട്ടിയാം, 7128. 128 ഡിവൈഡഡ് ബൈ 7. 128 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 58, 8, 56, 2, 8.28%. ഓക്കെ, 8.28% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 8 അല്ല, 18.28% ആണ് കറക്റ്റ് ആൻസർ. 18.28. ഓക്കെ ആണല്ലോ. 128 ഡിവൈഡഡ് ബൈ 7 നിങ്ങൾ ചെയ്ത് നോക്കുക, 18.28 എന്ന് കിട്ടും. 18.28% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം കാൽക്കുലേറ്റീവ് ആണ്. ചിലപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, എന്നാലും നിങ്ങളത് സ്കിപ്പ് ചെയ്തിട്ട് എളുപ്പമുള്ള ചെയ്ത് തീർത്തിട്ട് വേണം ഇതിലേക്ക് വരാൻ. ഓക്കെ, ഒന്നുകൂടി നോക്കണം, ഒന്നുകൂടി. അതായത് 1080, അതിൻ്റെ 84% SP. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 108% ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, 100% കണ്ടുപിടിക്കുക, അത് CP ആയി. അപ്പോൾ 840. ഇനി 1080ൻ്റെ 92% കണ്ടുപിടിക്കുക പുതിയ SPക്ക്. അത് കിട്ടി 993 സംതിങ് എന്തോ കിട്ടും. 153.6 ആണ് പുതിയ പ്രോഫിറ്റ്. ഡിവൈഡഡ് ബൈ 840 × 100 ചെയ്താൽ എത്ര കിട്ടും, 128 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 18.28 എന്ന് കിട്ടും. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, ഫൈൻഡ് OAB. OB ജോയിൻ ചെയ്യുക. ആംഗിൾ C 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടെ നോക്കിയേ, ഈ BC ആർക്കാന്ന് വിചാരിക്കാം. ഈ ബിയും സിയും, ഈ ആർക്ക് സെൻറ്ററിൽ ഒരു ആംഗിൾ സബ്റ്റൻഡ് ചെയ്തു. ഈ സെയിം ആർക്ക് തന്നെ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ആ സർക്കംഫറൻസിൽ സബ്റ്റൻഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവൻ തീറ്റ ആണെങ്കിൽ ഇവൻ എത്രയാണ്, 2 തീറ്റ ആയിരിക്കും. ഈ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും ഇത്. കണ്ടീഷൻ എന്താണ്, സെയിം ആർക്കായിരിക്കണം, സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യണം, സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു സർക്കംഫറൻസ് പോയിന്റിൽ സബ്റ്റൻഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റ ആണെങ്കിൽ ഇത് ഇരട്ടി ആയിരിക്കും, 2 തീറ്റ. അപ്പോൾ നോക്കിയേ, അത് തന്നെയല്ലേ ഇവിടെ നോക്കിയേ, AB ഒരു ആർക്ക് കൺസിഡർ ചെയ്താൽ അത് സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്നു, സർക്കിളിൻ്റെ പോയിന്റിൽ സബ്റ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാണ്, 120 അല്ലേ. ഇത് 60 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി എത്രയാണ്, 120. ഇനി OBOA എന്താണ്,
റേഡിയസ് ആണ്. അപ്പോൾ ഈ ആംഗിൾ സെയിം ആയിരിക്കും. അപ്പോൾ ഈ സൈഡ് സെയിം ആണ്, ഈ ആംഗിൾ സെയിം ആണ്. അപ്പോൾ എത്ര വരും? ഇത് 30, ഇത് എത്ര വരും? 30 അല്ലേ? 120 സമ്മ് 180 ആണല്ലോ. ബാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ 60 ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക ഈക്വലായിട്ട്. അപ്പോൾ 30. അപ്പോൾ ആൻസർ എത്ര? OAB ആണ് നമുക്ക് വേണ്ടത്. OAB എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അപ്പോൾ 30 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ 56032T ഒരു നമ്പർ തന്നിരിക്കുകയാണ്. ഈസ് ഡിവിസിബിൾ ബൈ 3, ദെൻ ഫൈൻഡ് ദ സം ഓഫ് സ്ക്വയർ ഓഫ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് ടി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 5, 6, 0, 3, 2T. ഇപ്പോൾ ഇത്രയും സം എടുക്കുക. 5 + 6 11, 11 + 3 14, + 2 16, 16 + T. മാക്സിമം മിനിമം വാല്യൂ എടുക്കുക. 3ൻ്റെ ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ 16 + 9 അല്ലേ? ഒരു മാക്സിമം ഡിജിറ്റ് 9 അല്ലേ? 16 + 9 25. 3 ആയിട്ട് പോവോ? ഇല്ല. 16 + 8 എടുത്താലോ? 24 പോവും. അപ്പോൾ മാക്സിമം വാല്യൂ 8 ആണ്. ഇനി മിനിമം എടുത്താലോ? 16 തൊട്ടടുത്ത് 3ൻ്റെ മൾട്ടിപ്പിൾ ഏതാ? 18 ആണ്. അപ്പോൾ മിനിമം വാല്യൂ 2 കിട്ടി. ചോദ്യം സ്ക്വയർ ഓഫ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ. ഇതിൻ്റെ സ്ക്വയർ എടുക്കുക എത്രയാ? 64. ഇതിൻ്റെ സ്ക്വയർ എടുക്കുക എത്രയാ? 4. ആഡ് ചെയ്യുക എത്രയാ? 68. 68 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഇത്രയും ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാതെ ആ പാറ്റേൺ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യണ രീതി ഒന്ന് മനസ്സിലാക്കുക, കൺസെപ്റ്റൊക്കെ തറവായിട്ടിരിക്കുക, ക്ലിയർ ആയിട്ടിരിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ചെയ്ത് പഠിച്ചാലും നമ്മൾ ആ എക്സാമിനേഷന് പോകുമ്പോൾ നമ്മുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് പോലെ ഇരിക്കും. ആ അരമണിക്കൂറാണ് നമുക്ക് മാത്സ് ചെയ്യാൻ സമയം കിട്ടുക. അപ്പോൾ ആ അരമണിക്കൂറിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെങ്ങനെ കോൺസെപ്റ്റ് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ എങ്ങനെ കോൺസെപ്റ്റ് കത്തി നമ്മളെങ്ങനെ ഷോർട്ട് കട്ടൊക്കെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെങ്ങനെ കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നു, അതുപോലെയൊക്കെ ഇരിക്കും നമ്മുടെ മാത്സിൻ്റെ മാർക്ക്. അപ്പോൾ ഇതേവരെ ഷിഫ്റ്റുകളിൽ നിന്ന് മാത്സ് റീസണിങ്ങും ഇപ്പോൾ ഇത്തിരി ടഫാണ്, കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പോവുക. മാത്സ് റീസണിങ്ങും ഇംഗ്ലീഷും മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക, GK ശ്രമിക്കുക. അപ്പോൾ മാത്സ് കാൽക്കുലേറ്റീവ് ആണ്. ഇപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പോൾ കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആ ഏരിയയിൽ നിന്നാണ് മാക്സിമം കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. അതിൽ നിന്ന് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ട്രിഗ്നോമെട്രി, ജോമെട്രി, ഇപ്പോൾ പ്രോപ്പർട്ടീസും വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 21, 22 എന്തായാലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.